ഓം പീതാംബരം കരവിരാജിശങ്കചക്രം കൗമാദകിം സരസ്യം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേ സമനിശം ഹൃദി ഭാവയാമി ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതാസപ്താഹം 5-ാം ദിവസം 13, 14, 15 അധ്യായങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞത്. 13-ാമത്തെ അധ്യായം, അതായത് 12-ാം അധ്യായം വരെ ഭക്തിയോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വരീയ അവബോധം ഉണ്ടാക്കുക. ആദ്യത്തെ 6 അധ്യായങ്ങൾ ആത്മ അവബോധം ഉണ്ടാക്കുന്നതായിരുന്നു. രണ്ടാമത്തെ സെക്ഷൻ ഭക്തിയോഗം, 7-ാമത്തെ അധ്യായം തൊട്ട് 12-ാം അധ്യായം വരെയുള്ളത് യഥാർത്ഥ ഈശ്വരുടെ ദർശനം അടക്കം യഥാർത്ഥ ഭക്തിയോഗമാണ് പറഞ്ഞത്. ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പരിയുപാസതേ ശ്രദ്ധാനാമത്പരമഭക്താസ്തേ അതീവ വിപ്രയ. ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തനായി മാറുന്നവന്, ആ ധർമ്മത്തെ ശ്രദ്ധയോടുകൂടി അനുസരിക്കുന്നവന് യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. ആ ജ്ഞാനം ലഭിച്ചാൽ ആ ജ്ഞാനം തന്നെ ആണ് ഇനി 13-ാം അധ്യായം തൊട്ട് 17-ാമത്തെ അധ്യായം വരെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഗീതയുടെ ജ്ഞാനകാണ്ഡമാണ്. യഥാർത്ഥത്തിൽ ആത്മബോധമുണ്ടാക്കി യഥാർത്ഥ ഭക്തിയിലൂടെ ആ സദ്ഗുണ ബ്രഹ്മത്തെ ഉപാസിച്ചാൽ കിട്ടുന്ന ജ്ഞാനത്തെയാണ്, ബ്രഹ്മജ്ഞാനത്തിന് ഉതകുന്നതായ ജ്ഞാനമാണ് ഈ 5 അധ്യായത്തിലൂടെ പറയുന്നത്. 18-ാമത്തെ അധ്യായം പിന്നെ ഈ 17 അധ്യായങ്ങളുടെ സാരസംഗ്രഹമാണ്. അപ്പോൾ ഇനിയുള്ള 5 അധ്യായങ്ങളിൽ യഥാർത്ഥത്തിൽ ജ്ഞാനമാണ്. ഇതിൽ ആദ്യം പറയുന്നത് നമ്മുടെ ശരീരബോധത്തെ, ശരീരത്തെ പറ്റി എങ്ങനെ മനസ്സിലാക്കണം, ശരീരവും പ്രകൃതിയും ഈശ്വരശക്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നതാണെന്നർത്ഥം. അപ്പം ശ്രദ്ധാഭക്തി, ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരമാണ് എല്ലാവർക്കും ഒരു മാധ്യമമായിട്ടുള്ളത്. ശരീരം ഇല്ലാതെ നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും ഭക്തിവാദിയായാലും ഈ ശരീരമാണ് യഥാർത്ഥത്തിൽ അതിന് നമുക്ക് ഏത് തരത്തിലുള്ള കർമ്മങ്ങൾക്കും ഉപയോഗപ്രദമായിട്ടുള്ളത്. ശരീരം പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ആ ശരീരവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവും അതിനെ എങ്ങനെ പെർഫെക്റ്റായിട്ട് അതിലുള്ള ശക്തികളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു തരുന്നതാണ് 13-ാം അധ്യായം. ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം. ഇതി ശതം ത്രായതി ഇതി ക്ഷേത്രക. യാതൊരുവിധ നാശവും ഇല്ലാതെ ത്രാണനം ചെയ്ത് നിലനിർത്തുന്നത് എന്തോ അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിന് നാശമുള്ളതാണ്, പക്ഷേ എത്ര കാലമാണോ അത് ക്ഷതം കൂടാതെ കാത്തു സംരക്ഷിക്കുന്നത് അത്ര കാലം മാത്രമേ അതിനെ വേണ്ട ഇത് ഉപയോഗിക്കാൻ സാധിക്കൂ. ആ ക്ഷതം കൂടാതെ ശരീരത്തെ നിലനിർത്തുന്നത് അതിലെ ക്ഷേത്രജ്ഞനാണ്, അതായത് ജീവാത്മാവ്. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവാണ്. അപ്പം ശരീരത്തെ പോലും ക്ഷതം കൂടാതെ കാത്തു സംരക്ഷിക്കുന്നതിന് ആധാരമായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ അഥവാ ജീവാത്മാവ്, ശരീരത്തിൻ്റെ നാഥനായിരിക്കാൻ ജീവൻ. അപ്പോൾ ഈ ശതം നശിക്കുന്നതായ ശരീരവും നശിക്കാതെ നിൽക്കുന്നതായ ജീവാത്മാവിനെ കുറിച്ചുള്ള അറിവാണ് ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങൾ ഉണ്ടെന്നാണ് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം. എന്നാൽ ആ 700-ൽ ഉൾപ്പെടാത്ത ഒരു ശ്ലോകം ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പല ഗീതാഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട്. അത് ചില ഗീതാഗ്രന്ഥങ്ങളിൽ, ഗീതയുടെ ചില പുസ്തകങ്ങളിൽ ഉണ്ടാകും, ചില പുസ്തകങ്ങളിൽ ഉണ്ടാകില്ല. അതാണ്, അതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അർജുന ഉവാച. എന്താണ് ശരീരം, ശരീരത്തിൻ്റെ പ്രത്യേകത ഉള്ളത് എന്നൊക്കെ അർജുനൻ ചോദിക്കുന്നതിൻ്റെ ഉത്തരമായിട്ടാണ് ബാക്കിയുള്ള ഭഗവാന്റെ വിശദീകരണം എന്നർത്ഥം. പ്രകൃതിയും പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞേയവച ഏതദ് വേദിതും ഇച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അല്ലയോ കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം ഇവയെപ്പറ്റി എല്ലാം വിശദമായിട്ട് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അർജുനൻ ആവശ്യപ്പെടുന്നതനുസരിച്ചുകൊണ്ട് ഭഗവാൻ പറയാൻ തുടങ്ങുന്നതാണ് 13-ാമത്തെ അധ്യായം. ശ്രീ ഭഗവാൻ വാച. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ
ഏതത്യോപേതിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തത്വതാം. അർജുന, ഈ ശരീരം ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. നമുക്കിടെ കിട്ടിയിട്ടുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനെന്നും എൻ്റെയെന്നും പറയുന്ന ഈ ശരീരം ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെ യാതൊരുവൻ അറിയുന്നുവോ അവനെ ക്ഷേത്രജ്ഞൻ എന്ന്, ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞവൻ, ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും വേർതിരിച്ച് അറിയുന്നവർ പറയുന്നു. ആദ്യം നമ്മളിത് രണ്ടായിട്ട് സങ്കല്പത്തിൽ കാണണം. എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ? ശതങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിനാലും ക്ഷയം അഥവാ നാശം ഉള്ളതാകയാലും വിളഭൂമി പോലെ കർമ്മഫലങ്ങളെ ജനിപ്പിക്കുകയാണ് ഈ ശരീരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ധർമ്മം പാലിക്കുന്നതിനാൽ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നു. ജഡവസ്തു സംഘാതമായ ശരീര സചേതനമാകുന്നത് ജീവചൈതന്യത്താലാണ്. അതുകൊണ്ട് ജീവചൈതന്യത്തെ ക്ഷേത്രജ്ഞൻ എന്നും അറിയപ്പെടുന്നു. ഇത് രണ്ടും വേർതിരിച്ച് ആരറിയുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ അറിവുള്ളവൻ എന്ന് പറയുന്നു. അതായത് നമ്മുടെ ശരീരത്തെ പറ്റി ആദ്യം പഠിക്കണം എന്നർത്ഥം. നമ്മൾ ഭക്തി ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ശരീരത്തെ ഉപാസിക്കണം. ഭക്തിയോഗത്തിൽ ഞാൻ പറയുണ്ടായി എന്താണ് വ്യക്തോപാസന, എന്താണ് അവ്യക്ത ഉപാസന എന്നുള്ളത്. അപ്പോൾ ശരീരത്തെ വ്യക്തിപരമായിട്ട് കിട്ടിയിട്ടുള്ള വ്യക്തമായിരിക്കുന്ന 100% സ്വാർത്ഥതയോടെ ആണെങ്കിലും ഈ ശരീരത്തെ ഉപാസിക്കണം. കാരണം അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം, പരിരക്ഷിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ്. കാരണം ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരമില്ലെങ്കിൽ ഒരു ജ്ഞാനം ആർജിക്കാൻ സാധ്യമല്ല. ഗീതാപുസ്തകം പഠിക്കണം എന്ന് തോന്നിയാലും ശരീരത്തിന് ആരോഗ്യം ഇല്ലെങ്കിൽ എടുത്ത് പഠിക്കാനൊന്നും സാധ്യമല്ല. അപ്പൊ ശരീരം ആയുരാരോഗ്യത്തോടെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഭക്തി. അതിൽ ശ്രദ്ധ, അതിനോട് ശരീരത്തോട് പ്രേമം. അല്ലാതെ തന്നെ ഞാനെന്നും എൻ്റെന്നും പറയുമ്പോൾ തന്നെ ശരീരത്തെ ചൂണ്ടിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആ ശരീരത്തെ നമ്മൾ യഥാവിധി സംരക്ഷിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം. ജനിച്ചപ്പോൾ മുതൽ മരണം വരെ ശരീരത്തെ നിയതകർമ്മത്തിലൂടെ സംരക്ഷിക്കപ്പെടണം. അത് ചെയ്തില്ലെങ്കിൽ നിത്യകർമ്മത്തിലൂടെ സംരക്ഷിക്കപ്പെടണം. ഒരു ദിവസം പോലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യം ആയിട്ട് മാറണം എന്നർത്ഥം. കാരണം ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ശരീരമില്ലെങ്കിൽ ഒരു നിരീശ്വരവാദി ആയാലും യുക്തിവാദി ആയാലും ഭക്തിവാദി ആയാലും ഒരു ചുവട് പോലും വയ്ക്കാൻ നിവൃത്തിയില്ല, ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ശരീരത്തെയാണ് ആദ്യം ഉപേക്ഷിക്കണേ. അപ്പൊ ശരീരത്തെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം പ്രകൃതിയും കൂടെ അതേപോലെ വ്യക്തമായിരിക്കുന്ന പ്രകൃതി തത്വങ്ങളാലാണ് ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ശരീര സംരക്ഷണം യഥാവിധി നടപ്പാക്കണമെങ്കിൽ പ്രകൃതിയെയും കൂടെ സംരക്ഷിക്കണം. കാരണം ഈ ശരീരം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് പ്രകൃതിയാണ്. അതുകൊണ്ട് ക്ഷേത്രജ്ഞം ചാഭിമാം വിധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോ ജ്ഞാനം വേത്തജ്ഞാനം മതമവ. അപ്പൊ നമുക്ക് ഭക്തി തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം അവനവൻ്റെ ശരീരത്തെ യഥാവിധി പ്രകൃതിദത്തമായിട്ട് തന്നെ സംരക്ഷിക്കുന്നതിലായിരിക്കണം ഭക്തിയും ശ്രദ്ധയും പ്രേമവും എല്ലാം. ആ ശരീര സംരക്ഷണത്തിൽ 100% സ്വാർത്ഥത കാണിച്ചാലും വിരോധമില്ല. പക്ഷേ ശരീരം ആയുരാരോഗ്യത്തോടെ ആണോ ഇല്ലയോ എന്ന് അവരവർ തന്നെ തീരുമാനിക്കണം. അപ്പൊ ജനിക്കുമ്പോൾ മുതൽ അതിന് മാറ്റങ്ങൾക്ക് വിധേയമാണ്. പരിവർത്തനങ്ങൾ പ്രകൃത്യാ തന്നെ വന്നുകൊണ്ടിരിക്കും. ആ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ആ ശരീരത്തെ യൂട്ടിലൈസേഷനിൽ കൊണ്ടുവരുന്നത് അതിലിരിക്കുന്ന ജീവന്റെ പ്രഭാവം കൊണ്ടാണെന്ന് അറിയണം എന്നർത്ഥം. അതുകൊണ്ട് അല്ലയോ അർജുന, എല്ലാ ശരീരങ്ങളിലും എന്നെ തന്നെ ക്ഷേത്രജ്ഞനായിട്ട് കരുതണം. അപ്പൊ ഭക്തി എവിടെയാ തുടങ്ങേണ്ടത്? തൻ്റെ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് ഭഗവാനാണെന്നുള്ള വിചാരം, ഈശ്വരനാണെന്നുള്ള ഉറപ്പ് ആദ്യം തന്നെ വരുത്തണം. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവ് തന്നെയാണ് ജ്ഞാനം. ഇതാണ് ആദ്യം. ജീവാത്മാവ് ഭഗവാന്റെ വിഭൂതിയാണെന്നും ശരീരം പ്രകൃതിയിൽ നിന്നുണ്ടായതാണെന്നും ഉള്ള ബോധം ആണ് ആദ്യം ഉണ്ടാകേണ്ട മനുഷ്യന്റെ ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് സർവക്ഷേത്രങ്ങളിലും എല്ലാ ജീവപ്രാണികളിലും എല്ലാ ശരീരങ്ങളെയും ക്ഷേത്രം എന്നാ പറയുന്നത്. അത് പട്ടിയുടെ, പൂച്ചയുടെയോ ആനയുടെയോ ഉറുമ്പോ എന്തോ ആയിക്കോട്ടെ, ആർക്കൊക്കെ ശരീരമുണ്ടോ അതൊക്കെ
ഭഗവാന്റെ തന്നെ വിഭൂതിയാണ്. അതിൽ ജീവാത്മാവായിട്ട് ചൈതന്യവത്തായിട്ട് പ്രകാശിക്കുന്നത് ഭഗവാന്റെ ചൈതന്യമാണ് എന്നുകൂടി അറിയണം. ഇത് രണ്ടിനെയും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അതായത് സർവക്ഷേത്രങ്ങളിലും അഥവാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞൻ ആത്മാവ് ഇരിക്കുന്നത് ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും സംബന്ധിച്ച് ശരിയായ അറിവ് തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം. തക്ഷേത്രം യാദൃച്ഛേ യദ്കാരി അദസ്യേ സജയോ പ്രഭാവശ്ച തസമാസേനമേ ശൃണു. ആ ക്ഷേത്രം, അതായത് ശരീരം എന്താണ്, എങ്ങനെയുള്ളതാണ്, എന്തെല്ലാം വികാരങ്ങളോട് കൂടിയതാണ്, ഏതിൽ നിന്നുണ്ടായതാണ്, ആ ക്ഷേത്രജ്ഞൻ ആരാണ്, എന്തെല്ലാം പ്രഭാവമുള്ളവനാണ്, അതെല്ലാം ചുരുക്കമായി പറയാം, കേട്ടുകൊള്ളുക എന്ന് ഭഗവാൻ പറയുന്നു. ഋഷിഭിർ ബഹുദാഗീതം ചന്തോപർ വിവിധൈപ്രദ ബ്രഹ്മസൂത്രപദൈശ്ചൈവൈ ഹേതുമദ്ഭവർവിനശ്ചതൈ. ഈ ശരീരത്തെ പറ്റി തന്നെ ഋഷിമാര് ക്ഷേത്രജ്ഞ തത്വം ഋഷികളിൽ പല പ്രകാരത്തിൽ വിവിധങ്ങളായ ഛന്ദസ്സുകളായിട്ടും യുക്തങ്ങളായിട്ടും സുനിശ്ചിതങ്ങളായ ബ്രഹ്മസൂത്ര വാക്യങ്ങളിലും പ്രത്യേകമായിട്ട് വിവേചിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ പറയുന്ന കാര്യം ഇതിനു മുമ്പും വേദോപനിഷത്തുകളിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ പൂർവികരായിട്ടുള്ള ഗുരുക്കന്മാർ, ഋഷി പ്രക്താക്കളായിട്ടുള്ളവർ ഇതേപ്പറ്റിയൊക്കെ വേർതിരിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞ് തന്നിട്ടുള്ളതാണ്. എന്നാലും എത്രയൊക്കെ പറഞ്ഞു കിട്ടാലും പുസ്തകജ്ഞാനം കൊണ്ടായില്ല. അവനവൻ്റെ ശരീരത്തിലൂടെ ഈ ഋഷിഭോക്തങ്ങളായിട്ടുള്ള തത്വങ്ങളെ നമ്മൾ സാക്ഷാത്കരിക്കണം. അന്നുവരെ നമുക്ക് ബോധം ഉണ്ടാവില്ല. ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ഗീതാശാസ്ത്രം തന്നെ അതിൻ്റെയൊക്കെ സംക്ഷിപ്തമായിട്ട് എസൻസ് ആയിട്ട് പറയുന്നതാണ്. ഭഗവാൻ ഇനി പറയാൻ പോകുന്നത് പണ്ടേ പറഞ്ഞത് തന്നെയാണ്. അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഋഷിഭോക്തങ്ങളായിട്ടുള്ള സൂക്തങ്ങളും ഛന്ദസ്സുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇന്നുമുണ്ട്. പക്ഷേ നമ്മളിതൊക്കെ പഠിച്ച് തത്തമേ പൂച്ച എന്ന് പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് പ്രായോഗിക തലത്തിൽ ശരീരത്തിലൂടെ അതിനെ കണ്ടെത്തണം. അപ്പോഴേ അതിൻ്റെ പ്രയോജനം മനസ്സിലാവൂ. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നതിൻ്റെ കാര്യവും. ഇപ്പോൾ ഗീതാശാസ്ത്രമാണെങ്കിൽ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര തന്നെ കാണാപ്പാഠം പഠിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ശരീരത്തിലൂടെ തന്നെ ഈ പറയുന്ന സത്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കണം. അവിടെയാണ് ഗീതാശാസ്ത്രത്തിൻ്റെ പ്രയോജനം. മഹാഭൂതാന്യ അഹങ്കാര ബുദ്ധിരവ്യക്തമേവച ഇന്ദ്രിയാണി ദശൈകഞ്ച പഞ്ചേന്ദ്രിയ ഗോചര ഇച്ഛാദോഷ സുഖം ദുഃഖം സംഘർഷ ചേതനാതൃതി ഏതക്ഷേത്രം സമാസേന സ്വീകാരം ഉദാഹൃതം. പഞ്ചമഹാഭൂതങ്ങൾ, അതിലെന്തൊക്കെയാണ് കണ്ടൻസ് ഉള്ളതെന്ന് പറയാണ്. പഞ്ചമഹാഭൂതങ്ങൾ അഹങ്കാരം, മഹത്വത്വം, മൂലപ്രകൃതി, ജ്ഞാനം, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇന്ദ്രിയ വിഷയങ്ങൾ എന്നിവയടങ്ങിയ ഈ ക്ഷേത്രത്തെ ആഗ്രഹം, വിരോധം, സുഖം, ദേഹം, ചേതന, ധൈര്യം, ഇങ്ങനെ വികാരങ്ങളോടുകൂടി ചുരുക്കമായി പറയപ്പെട്ടു. ചുരുക്കമായി പറയാമെന്ന് പറഞ്ഞു. 2 ശ്ലോകത്തിലൂടെ തന്നെ ആ ശരീരത്തിലുള്ള ഘടകങ്ങളെ പറ്റി ഭഗവാൻ പറഞ്ഞു. എന്തൊക്കെയാത് ഒന്നോടെ വിശകലനം ചെയ്താൽ, മഹാപഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശം, അഗ്നി, വായു, ജലം, പൃഥ്വി എന്നിവ അങ്ങനെ തന്നെ ഉണ്ടെന്നല്ല. അതിൻ്റെ തന്മാത്രകൾ, അതിൻ്റെ സംവേദനങ്ങൾ, അതിൻ്റെ എനർജി ലെവല് അത് കൂട്ടിയിട്ടാണ് ശരീരം ഉണ്ടാക്കുക. അങ്ങനെ സൂക്ഷ്മതത്വങ്ങൾ എന്നർത്ഥം. പിന്നെ നിശ്ചയാത്മകമായ ബുദ്ധി, അന്ധക്കരണം, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും 11 ഇന്ദ്രിയങ്ങൾ, ശബ്ദസ്പർശ രൂപഗന്ധങ്ങളായ 5 ഇന്ദ്രിയ വിഷയങ്ങൾ. 5 ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധ, ആ വിഷയങ്ങളെ തിരിച്ചറിയാനുള്ള 5 ശക്തികൾ. പിന്നെ ത്രിഗുണങ്ങൾ, സത്വരജ തമോ ഗുണങ്ങൾ, മൂലപ്രകൃതിയായ മായ എന്ന് പറയും അതിനെ. ഇവയും അഹങ്കാര തത്വവും ഉൾപ്പെടെ 24 ഘടകങ്ങൾ ചേർന്നതാണ് ഈ ശരീരം. അതിനെയാണ് ശരീരം, ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസ്, ശരീരത്തിലുള്ള എന്തൊക്കെ ശക്തികളാണ് ശരീരത്തിലുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. പഞ്ചഭൂതങ്ങൾ, പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയ വിഷയങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്, ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളായ 5 ശക്തികൾ, സത്വരജ തമോ ഗുണങ്ങളായ മായ, അതായത് മൂലപ്രകൃതി, പിന്നെ അഹങ്കാരം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനെന്നും എൻ്റെ എന്നുള്ള തോന്നലുണ്ടാകുന്ന പ്രഭാവത്തെയാണ് ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത്.
എല്ലാം കൂടെ ചേർത്ത് 24 ഘടകങ്ങൾ. അത് ചേർന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്നത് ഇച്ഛ, ഇഷ്ടം, ദേഷ്യം, ഇഷ്ടപ്പെടാത്തതിനെ അവസ്ഥ, ദേഷ്യം, സുഖം, ദുഃഖം, സംഘാതം, ദേഹേന്ദ്രിയങ്ങളെ ഒത്തൊരുമിച്ച് നിർത്തുന്ന ശക്തിയാണ് സംഘാതം എന്ന് പറയുന്നത്. പിന്നെ പ്രാണശക്തി അഥവാ ചൈതന്യഭാസം, ധൃതി അഥവാ ദേഹേന്ദ്രിയങ്ങളെ ബലപ്പെടുത്തുന്ന വികാരം, ധൈര്യം, ഇവയെല്ലാം ക്ഷേത്രത്തിൻ്റെ വികാരങ്ങളാകുന്നു. ഇച്ഛാദോഷം മുതലായവ പറഞ്ഞതുകൊണ്ട് അന്ധക്കരണ ധർമ്മങ്ങളെ മുഴുവൻ ഗ്രഹിക്കേണ്ടതാണ് എന്ന് ശങ്കരാചാര്യൻ ഭാഷ്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വൃഷ്ടി ശരീരം മാത്രമല്ല, സമഷ്ടി ശരീരവും, അതായത് ദൃശ്യപ്രപഞ്ചമൊക്കെയും ക്ഷേത്രം എന്ന സംജ്ഞയിൽ ഉൾപ്പെടുന്നു. അതായത് നമ്മുടെ ശരീരത്തെ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതേ തത്വങ്ങളൊക്കെ 24 ഘടകങ്ങളും ഈ പ്രകൃതിയിലും ഉണ്ടെന്നർത്ഥം. ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരങ്ങൾ ഓരോ ഈ പ്രകൃതി തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഓരോ അക്ഷരങ്ങളും. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തിന് ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിക്കുന്നത്. ഗായത്രി മന്ത്രം ഉപേക്ഷിച്ചാൽ നിത്യയുക്തമായിട്ട് നമ്മൾ കേൾക്കാവുന്ന ശബ്ദത്തിൽ സഹസ്രാവർത്തിയൊക്കെ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ഈ പറയുന്ന 24 ഘടകങ്ങളെയും എനർജറ്റിക് സജീവമാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രം നിത്യോപാസന ചെയ്യണമെന്ന് പ്രത്യേകിച്ചും ബ്രാഹ്മണർക്ക് മന്ത്രോപദേശം കൊടുക്കുമ്പോൾ തന്നെ ഉപനയനം നടത്തി പൂണൂലിടിക്കുമ്പം ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ മന്ത്രദീക്ഷ എന്ന് പറഞ്ഞാൽ ഗായത്രി ഉപാസിക്കാനാണ് പറയാം. അത് ചെവിയിൽ ഓതിത്തരുകയും ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലത്തെ ബ്രാഹ്മണർ പോലും അത് വേണ്ട വിധത്തിൽ ഉപാസിക്കുന്നില്ല എന്നർത്ഥം. ഇനി ആ 24 ഘടകങ്ങളെ യഥാവിധി സജീവമാക്കി നിർത്തിയാൽ, അതായത് ശരീരത്തുള്ള 24 ഘടകങ്ങളും സജീവമായി ആത്മചൈതന്യവും ഉണർന്ന് പ്രവേശിക്കുന്ന അവസ്ഥയിൽ, ഈ ശരീരസ്ഥിതിയോടുകൂടി ഇരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണ മനുഷ്യന്റെ ശക്തി പ്രകടമാകും. അതാണ് ഇനി പറയുന്നത്. യഥാവിധി 24 ഘടകങ്ങൾ സജീവമാണെങ്കിൽ ഇനി പറയുന്ന 5 ശ്ലോകങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ ശക്തി. ഇത് യഥാവിധി ഇത് നമ്മൾ പ്രാക്ടിക്കലി പ്രായോഗിക തലത്തിൽ ശരീരത്തെ ഉത്തേജിപ്പിച്ച് ഈ ശരീരത്തിന്റെ ശക്തികളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് നാശോചിത് മർഹസി. ഒരു കാരണം കൊണ്ട് ശരീരം കൊണ്ടോ മറ്റ് നമ്മുടെ ഭൗതിക വ്യവഹാരത്തിൽ പെടുന്നവരാണെങ്കിലും ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ടാണ് പല പ്രാവശ്യം 2-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, നാ ശോചിത് മർഹസി, നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദുഃഖിക്കാൻ അവകാശമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിനെ ദുഃഖിക്കാതിരിക്കാനുള്ള വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിനെന്തെങ്കിലും പോരായ്മ വന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയിലും ഇതേ തത്വങ്ങൾ നിറച്ചു വെച്ചിട്ട് എത്ര കോമൺ എഫക്റ്റാണ് ഭഗവാൻ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നോക്കണം. ഇത് ഒരാൾക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്നുള്ള ആദർശം ഇല്ലെങ്കിൽ ആ മോട്ടിവേഷൻ ഭാരത സംസ്കാരത്തിൽ വരാൻ തന്നെ കാരണം ഈ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ പ്രാണിക സമൂഹവും സുഖമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവരെ സുഖമായിട്ട് ഇരുത്താനുള്ള വിശേഷ ജ്ഞാനം തന്നിരിക്കുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ശരീരമാണ് അതിൻ്റെ മാധ്യമം. അതുകൊണ്ട് ആ ശരീരത്തെ യഥാവിധി സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ പറയുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന അവസ്ഥയിലേക്ക് ലോകത്തെ മനുഷ്യനെത്തിക്കാൻ സാധിക്കും. ഇവിടെ നേരെ വിപരീതമായിട്ട് സംഭവിക്കുന്നതുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള 700 കോടി ജനങ്ങൾക്കും ഇല്ലെങ്കിൽ 700 കോടി മനുഷ്യരാണ് ഇന്ന് പ്രകൃതിക്ക് വരെ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് പ്രകൃതിയെ പോലും വികൃതമാക്കുന്ന സ്വഭാവം ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ധർമ്മം ഇതിനെയൊക്കെ സംരക്ഷിക്കലാണ്. അപ്പൊ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ഇതിനെയൊക്കെ മിസ്യൂസ് ചെയ്തുകൊണ്ട് 24 അവനവൻ്റെ ശരീരത്തെ പറ്റി ശരിക്കും പഠിക്കുകയോ അതും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുകയോ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിലുള്ള ശക്തി കൊണ്ട് തന്നെ അതിനെ ഉണർത്തിക്കൊണ്ട് വരാനുള്ള ടെക്നോളജി നമ്മുടെ പൂർവികർ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ട് അതൊന്നും ശ്രദ്ധിക്കാനോ അത് ഗവേഷണം നടത്താനോ അത് കണ്ടുപിടിക്കാനോ ഒന്നും മനുഷ്യന് പുറപ്പെടുന്നുമില്ല. കണ്ടതിൻ്റെ കേട്ടതിൻ്റെ പിന്നാലെ ഭൗതികതയുടെ പിന്നാലെ പരക്കം പാഞ്ഞ് ഇന്ന് പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്നതിൻ്റെ പരിണതഫലമാണ് ഇന്ന് മനുഷ്യലോകം മുഴുവൻ നരകത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ട് കിട്ടിയിരിക്കുന്ന അവരവരുടെ ശരീരത്തെ ആദ്യം സംരക്ഷിക്കണം. അതിനാണ് ഇവിടെ സാരോപദേശം തുടങ്ങുന്ന തത്വദർശികളായിട്ട് ഋഷിബോധങ്ങളായ വേദങ്ങളും സൂക്തങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ പറയുന്നത് എന്താ? ആദ്യം ആത്മസംരക്ഷണം. ശരീരത്തിലുള്ള ക്ഷേത്രജ്ഞനെ യഥാവിധി സംരക്ഷിക്കപ്പെടണം.
ആ ജീവാത്മാവ് എത്ര കാലമാണോ ശരീരത്തിന് ക്ഷതം കൂടാതെ നിൽക്കുന്നത് അത്ര കാലം മാത്രമേ ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവൻ നിൽക്കുകയുള്ളൂ. ശരീരത്തെ ലിമിറ്റ് കൂടുതൽ ശ്രദ്ധിക്കാതെ അതിനെ പീഡിപ്പിക്കപ്പെട്ട ജീവൻ ശരീരം വിട്ടുപോകും. ആരുടെയും സമ്മതപത്രമൊന്നും വേണ്ട ജീവൻ ശരീരം വിട്ടുപോകാൻ. എത്ര കാലം ശരീരത്തെ യഥാവിധി സജീവമാക്കി നിർത്തുന്നു അത്ര കാലം ജീവൻ അതിൽ സംരക്ഷിക്കപ്പെടും. ശരീരത്തിന് നിലനിൽക്കാൻ, ശരീരത്തിൽ ജീവന് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ശരീരത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ശരീരത്തിൽ നിന്ന് ജീവചൈതന്യം വിധ്വംസിക്കപ്പെടും. അപ്പൊ ആത്മസംരക്ഷണമാണ് മുഖ്യം. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള ജീവാത്മാവിനെ യഥാവിധി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം. അത് ശരീരമാണ് മാധ്യമം, ശരീരത്തിലൂടെ സാധിക്കൂ. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ജീവസംരക്ഷണമാണ്. ജീവസംരക്ഷണം മീൻസ് ശരീര സംരക്ഷണം. അത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് കുടുംബ സംരക്ഷണം. നമ്മുടെ ചുറ്റും നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നവരെ, നമ്മളോടൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകമേ തറവാടെന്നാണ് ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അവരവർ താമസിക്കുന്നതായ ഗൃഹസ്ഥാശ്രമികളായ കുടുംബത്തെ സംരക്ഷിക്കണം. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് സമൂഹ സംരക്ഷണം പറഞ്ഞിട്ടുള്ളൂ. നമ്മളിവിടെ സമൂഹം സംരക്ഷിക്കാൻ പുറപ്പെടും, അവനവൻ്റെ കാര്യം ഒട്ടു വേണ്ട വിധത്തിൽ നോക്കൂല്ല. അപ്പൊ അതുകൊണ്ട് ഈ ശരീരത്തിലുള്ളതായ 24 ഘടകങ്ങളെ സജീവമാക്കിയാൽ അത് അഷ്ടാംഗ യോഗത്തിലൂടെ സാധ്യമാണ്. അത് ശരീരം കൊണ്ട് തന്നെ ചെയ്യേണ്ടതാ. അപ്പൊ ഭഗവാൻ ആവർത്തിച്ചതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ വിട്ടാലും ശരീരസ്ഥിതി യഥാവിധി നിലനിർത്തുന്നതിൽ ജ്ഞാനിയായാലും ശ്രദ്ധിക്കണം. കാരണം ശരീരം മാധ്യമമാണ്. അതിന് അഷ്ടാംഗ യോഗം 5ഉം 6ഉം അധ്യായത്തിലൂടെ ഭഗവാൻ യഥാവിധി യോഗ നിഷ്ഠനായിക്കൊണ്ട് കർമ്മം ചെയ്യാൻ പറഞ്ഞു. ഈ യോഗനിഷ്ഠയിൽ വരുമ്പം ഈ ശരീര സംരക്ഷണമൊക്കെ കൃത്യമായിട്ട് വരുന്നർത്ഥം. അപ്പം ഈ ജപതപാദികളിലൂടെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ ശരീര സംരക്ഷണമാണ്. അത് യഥാവിധി ലളിതമായിട്ട് ചെയ്താൽ മതി. അതിന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. അവരവർ തന്നെ ചെയ്യേണ്ടതാണെന്ന് മാത്രം ചെയ്താലേ നടക്കൂ. അങ്ങനെ ചെയ്താൽ നിത്യയുക്തമായിട്ട്, കലിയുഗവും കൂടെ ആയതുകൊണ്ട് ഒരു 41 ദിവസം അഷ്ടാംഗയോഗം നിത്യയുക്തമായിട്ട് ആരുപാസിക്കുന്നുവോ അവർക്ക് ഇനി ഭഗവാൻ പറയുന്ന 5 ശക്തികൾ, 5 ശ്ലോകത്തിലൂടെ പറയുന്ന ശക്തികൾ സ്വയം ശരീരത്തിലൂടെ പ്രകടമാണ്. അവിടെ ആത്മസംരക്ഷണവും ഈ പറയുന്ന ജീവസംരക്ഷണവും കുടുംബ സംരക്ഷണവും സമൂഹ സംരക്ഷണവും ഒരു മനുഷ്യനെ കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. മഹാത്മാഗാന്ധിയൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. അപ്പൊ അതുകൊണ്ട് ഈ 5 ശ്ലോകങ്ങൾ ഈ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 7ാമത്തെ ശ്ലോകം തൊട്ട് 11ാമത്തെ ശ്ലോകം വരെ ഇത് ശരിക്ക് ഗൃഹസ്ഥമാക്കിയിട്ട് സ്വന്തം ശരീരത്തിലൂടെ തന്നെ ഈ ഭാവങ്ങളെ, ഈ ഗുണങ്ങളെ നമ്മൾ ആർജിക്കണം. അപ്പോഴേ ഗീത പഠിക്കുന്നതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് മനസ്സിലാവും. അമാനിത്തം മതമഹിത്തം അഹിംസ ശാന്തരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവ ച ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിര അഭിക്ഷംഗ പുത്രദ്വാരഗ്രഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോ ഉപവത്തിഷു മയീ ചാം അനന്യയോഗേന ഭക്തിരവ്യ അഭിചാരിണി വിവിക്തദേശ സേവിതം മരതജനസംസ്ഥിതി ആധ്യാത്മജ്ഞാനം നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനം ഇതം പ്രോക്തം അജ്ഞാനം എതോ അന്യത. ആദ്യം ശരീരത്തെ പറ്റി പഠിച്ചില്ലെങ്കിൽ ശരീരത്തിലുള്ള ശക്തികളെ പറ്റി പഠിക്കാതിരിക്കുന്നത് ബാക്കി എന്തൊക്കെ പഠിച്ചാലും അതൊക്കെ അജ്ഞാനമാണെന്നാണ് പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് ഈ ശരീരത്തിലൂടെ യഥാർത്ഥത്തിൽ പൂർണ്ണമായ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പ്രകടമാകേണ്ടത് എന്ന് ഈ 5 ശ്ലോകത്തിലെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി ഇത് ബുദ്ധിയിലും വാക്കിലും പ്രവൃത്തിയിലും നിത്യയുക്തമായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം തയ്യാറാക്കണം. ഈ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ ഏറ്റവും എസൻസ് ആയിട്ടുള്ള ശ്ലോകമാണ് ഈ 5 ശ്ലോകങ്ങൾ. അതുകൊണ്ട് ഇത് സ്വാധ്യായനം ചെയ്യണം നിത്യമായിട്ട്. ഇതിലെന്താണോ നമുക്കില്ലാത്തത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശരീരം പെർഫെക്റ്റ് ആവും.
ആദ്യം തന്നെ പറയുന്നു, താൻ കേമനാണെന്ന ഭാവം ഇല്ലാതിരിക്കണം. ഞാൻ, എൻ്റെ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശത്രു. ഇത് ഇല്ലാതെ ആയാൽ തന്നെ നമ്മുടെ 50% പ്രോബ്ലംസ് സോൾവ് ആകും. ഞാനെന്നും എൻ്റെ എന്നുള്ള ചിന്ത ഇല്ലാതിരുന്നാൽ തന്നെ 50% പ്രോബ്ലംസ് സോൾവ് ആയിത്തീരും. ഗർവില്ലായ്ക, ആ ഞാനെന്ന് പറയുന്ന ഭാവത്തിൽ നിന്നാണ് ഗർവ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈഗോയിസം കളയണം. പിന്നെ അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസിക്കാതിരിക്കുക. ഹിംസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് താൻ ഒഴിച്ച് മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കരുത്. മറ്റ് ജീവജാലങ്ങളായിക്കോട്ടെ, നമ്മുടെ കൂടെയുള്ളവരായിക്കോട്ടെ, വാക്കുകൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാതിരിക്കുന്നതാണ് അഹിംസ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ഷമ. എത്ര ആരൊക്കെ നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഈ ഈശ്വരഭാവത്തിലേക്ക് വന്നു കഴിയുമ്പം എത്രയായാലും എന്തൊക്കെ ആരൊക്കെ പ്രകോപിപ്പിക്കാനും ദേഷ്യപ്പെടുത്താനൊക്കെ ശ്രമിച്ചാലും വികാര വിചാരങ്ങൾക്ക് അടിമയാകാതിരിക്കണമെങ്കിൽ ക്ഷമാശീലം ഉണ്ടാക്കണം. അത് ഏറ്റവും വലിയ സൂപ്പാണ്. പിന്നെ വക്രബുദ്ധി ഇല്ലാതിരിക്കുക. വളഞ്ഞ വഴിക്ക് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉപേക്ഷിക്കുക. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിയായിട്ടിരുന്നു കഴിഞ്ഞാൽ വക്രബുദ്ധി ഒന്നും വേണ്ടിവരിക. ഉള്ളത് കൊണ്ട് അനന്തമായിട്ട് ആത്മന്യേ ആത്മനാതുഷ്ടക സ്ഥിതപ്രജ്ഞസ്തോച്ചിത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഗീതയൊക്കെ പഠിച്ചാൽ വളഞ്ഞ വഴിക്ക്, അതായത് തനിക്ക് അർഹതപ്പെട്ടത് കൊണ്ട് തൃപ്തിയായിട്ടിരിക്കണം. അതിൽ കൂടുതൽ വളഞ്ഞ ബുദ്ധി കൊണ്ട് ആർജിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. പിന്നെ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും ആദരിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള നല്ല ബുദ്ധി. ഗുരു ശുശ്രൂഷണം. അറിവ് പറഞ്ഞു തരുന്നത് ആരായിരുന്നാലും ഗുരുസ്ഥാനത്തുള്ളവരാണ്. അപ്പം അവരെ ശുശ്രൂഷിക്കാൻ ഒരു സങ്കോചവും കാണിക്കരുത്. ബാഹ്യ ആഭ്യന്തര ശുദ്ധി. അകത്തും പുറത്തും ഒരേ ഭാവം ശുദ്ധം ആയിട്ടിരിക്കണം. ചിന്തിക്കുന്നതൊന്ന്, പറയുന്നത് വേറൊന്ന്, പ്രവൃത്തിയിൽ വരുമ്പോൾ മൂന്നാമതൊരു വഴിക്ക് പോകരുത്. ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ കൂട്ടായിരിക്കരുതെന്നർത്ഥം. പരമമായ ശുദ്ധിയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തും ഒക്കെ എന്താണോ ചിന്തിക്കുന്നത് അത് പറയാനും അത് പറഞ്ഞാൽ നടപ്പാക്കാനും പ്രവൃത്തിയിൽ കൊണ്ടുവരാനും ഉള്ള ശുദ്ധി ആണ് ആ ബാഹ്യ ആഭ്യന്തര ശുദ്ധി എന്ന് പറയുന്നത്. പിന്നെ സ്ഥിരത. അഭിപ്രായം സ്ഥിരതയുണ്ടായിരിക്കണം. ഈ ചാടിക്കളിക്കുന്ന, കാറ്റത്ത് ഓടിക്കളിക്കുന്ന പോലെ മനസ്സ് ചഞ്ചലമായിരിക്കരുത്. അത് അചഞ്ചലമായ ഭക്തി ഉണ്ടായാൽ അചഞ്ചലമായ മനസ്സും ഏകാഗ്രമായ മനസ്സിൽ മാത്രമേ ബുദ്ധി ഉറയ്ക്കൂ. ബുദ്ധി ഉറച്ചാൽ സ്ഥിരപ്രജ്ഞത്വം വരും. അതിനെയാണ് സ്ഥിരത എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന, കാറ്റത്ത് ഉലയുന്ന തോണിയെ പോലെ ആകരുതെന്നതിന് മുമ്പ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആത്മനിയന്ത്രണം, ത്യാഗമനസ്ഥിതി, ദയ, ഇത് നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് സൃഷ്ടിച്ചു വിടുമ്പോൾ തന്നെ ബ്രഹ്മപ്രജാതി നമ്മളെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. കാരണം കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ കണ്ട ബാധി ചാടിപ്പുറപ്പെട്ട ആരംഭസൂരത്വം കാണിക്കലാണ് ആത്മനിയന്ത്രണം ഇല്ലായ്മ. എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം ആയിരിക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്തൊന്ന് ഫോൺ അടിച്ചാൽ മതി, ബെല്ലടിച്ചാൽ ഞെട്ടും. അത് ആരെങ്കിലും കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഫോൺ അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞെട്ടിക്കും. ഒന്നും സംഭവിക്കില്ല. ആത്മനിയന്ത്രണം ഉണ്ടെന്ന് വെച്ചാൽ ചാടിപ്പുറപ്പെടുമ്പോൾ അഥവാ മിസ് കോളോ വന്നാലും തിരിച്ചു വിളിക്കാമല്ലോ. ഒന്നും സംഭവിക്കില്ല. ചാടിപ്പുറപ്പെട്ട്, അതും കുറച്ച് പ്രായമൊക്കെ കടന്നവരാണെങ്കിൽ ചാടിപ്പുറപ്പെട്ടൊക്കെ പോകും. ചിലപ്പോൾ അന്നേരമായിരിക്കും വീഴണേ. അപ്പോൾ അതുകൊണ്ട് ആത്മനിയന്ത്രണം എല്ലാ കാര്യത്തിലും ഉണ്ട്. ആരംഭസുഹൃത്തും ഒന്നും കാണിക്കണ്ട. ഈ പ്രപഞ്ചത്തിൻ്റെ ചലനാത്മകമായ പ്രപഞ്ചത്തിൻ്റെ ചലന വേഗത ഒരേപോലെ തന്നെയാണ്. ഒരു സ്പീഡും കൂടുന്നില്ല. ആ ചിട്ടപ്പെടുത്തി അക്ഷരം പ്രതി നടപ്പാക്കുന്നവൻ, മഹത്തായ കർമ്മം നടപ്പാക്കുന്ന ആ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളുടെ ചലനവും ഭൂമിയുടെ ചലനവും നമ്മുടെ ചലനവും ഒക്കെ ചിട്ടപ്പെടുത്തിയ ഒരു വ്യവസ്ഥിതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത് കൂട്ടാനോ കുറയ്ക്കാനോ നമ്മൾ ചാടിപ്പുറപ്പെട്ടാലോ ഒന്നും നടക്കില്ല. അത് വെറുതെ തോന്നലാ. അപ്പോൾ അതുകൊണ്ട് ആത്മനിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് ആര് പറഞ്ഞാലും കണ്ടതിൻ്റെയും കേട്ടതിന് പരാബുദ്ധി ഉപയോഗിക്കരുത്. അവനവൻ്റെ ബുദ്ധി വയ്ക്കുക. ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല. അതിനെപ്പറ്റി ഒന്ന് ആലോചന നടത്തിയിട്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. അതിനൊക്കെയാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. ദേവന്മാർ വരെ അനന്യഭക്തരായിട്ടുള്ള ചോദിക്കുന്ന വരവൊക്കെ കൊടുത്തിട്ട് ഭക്തരെ പേടിച്ചിട്ട് ദേവന്മാർക്ക് വരെ ബ്രഹ്മപ്രജാപതിയില്ലേ അതുപോലുള്ള അവരെ പേടിച്ച് ഓടുന്നതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പുരാണ കഥകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മനിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ്. ദേവന്മാർക്ക് ആത്മനിയന്ത്രണം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. മനുഷ്യർക്ക് ത്യാഗമനസ്ഥിതി ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം ദയ ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുള്ളൂ. ഇത് 3 ഗുണങ്ങളും ഒരു മനുഷ്യൻ തന്നെയുണ്ട്. ആത്മനിയന്ത്രണം ഉണ്ടാകാതിരിക്കാം, ഉണ്ടാക്കണം. ത്യാഗമനസ്ഥിതി ഇല്ല, ഉണ്ടാക്കാൻ ശ്രമിക്കണം.
ദയ ഉണ്ടായിരിക്കില്ല, ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ യഥാർത്ഥ ശരീരം കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി, അതായത് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായുന്ന സ്വഭാവത്തെയാണ് വിരക്തി ഉണ്ടാക്കുക. ഇനി എന്തെങ്കിലും ചില സ്വഭാവവും ശീലങ്ങളും ഒന്നും പൂർണ്ണമായിട്ട് മാറ്റാൻ സാധ്യമല്ല. ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കണമെന്ന് പല പ്രാവശ്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയ നിയന്ത്രണം സാധിച്ചാൽ മാത്രമേ അതിനോട് വിരക്തി ഉണ്ടാക്കാൻ സാധിക്കൂ. ചില ശീലങ്ങളും ചില സ്വഭാവങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒന്നും നമുക്ക് പൂർവജന്മ വാസന കൊണ്ടുണ്ടായിട്ടുള്ളതാണെങ്കിൽ അത് ചിലതൊക്കെ അനുഭവിച്ച് ഇത് നമുക്ക് പറ്റിയതല്ല എന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് സ്വയം അതിനോട് വിരോധം തോന്നുന്ന അവസരത്തിൽ മാത്രമേ അതിനെ ഉപേക്ഷിക്കാൻ സാധിക്കൂ. അപ്പം അതിനുള്ള അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകിയാലേ അത് വിരക്തി ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അഹങ്കാരമില്ലാതിരിക്കുക. ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയാണ് അഹങ്കാരത്തിന് കാരണമായിട്ട്. അത് ഏറ്റവും വലിയ ശത്രുവാണ്. അഹംബോധം വേണം, അഹം ബ്രഹ്മം എന്ന ബോധം വേണം. ഞാൻ ഈശ്വരൻ്റെ വിഭൂതിയാണെന്നുള്ള ബോധമാകാം. പക്ഷേ ആ അഹങ്കാരം മറ്റൊരു ഭാവത്തിൽ പ്രകടമാകുമ്പോൾ അത് നമ്മുടെ നാശത്തിന് കാരണമായി ഭവിക്കും. പിന്നെ പ്രപഞ്ചത്തിൽ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം. എന്താ? ജനനം, മരണം, വാർദ്ധക്യം, രോഗം തുടങ്ങിയവ ദുഃഖരൂപമായ ദോഷങ്ങളാണെന്നുള്ള തിരിച്ചറിവ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിലും ആസക്തി ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ പുത്രൻ, ഭാര്യ, ഗ്രഹം തുടങ്ങിയവയിൽ അഭിനിവേശം ഇല്ലാതിരിക്കുക. കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്നതാണ് അഭിനിവേശം എന്ന് പറയുന്നത്. ലിമിറ്റ് കൂടുതൽ പ്രതീക്ഷയോ അറ്റാച്ച്മെൻറ്റോ ഇല്ലാതിരിക്കണമെന്ന് ഭഗവാൻ സ്ഥിതപ്രജ്ഞ തത്വം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നിനോടും, പുത്രൻ, ഭാര്യ ആയിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, അത് ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? സംഘദോഷവും സമ്പർക്കദോഷവും ഉണ്ടാകും. അത് ദുഃഖത്തിന് കാരണമായി ഭവിക്കും. അതുകൊണ്ട് സർവത്രാൻ അഭിസ്നേഹ തത്വപ്രാപ്യ ശുഭാശുഭം നാഭിനന്ദദ്വേഷിതസ്യ പ്രത്യാപ്രതിഷ്ഠിത എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. പിന്നെ ഇഷ്ടം വരുമ്പോഴും അനിഷ്ടം വരുമ്പോഴും സമചിത്തത പാലിക്കണം. അത് അമൃതത്വത്തിന് തുല്യമാണെന്ന് ഇതിനു മുമ്പും ഭഗവാൻ 2-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. സമസ്ഥിതി യോഗസ്ഥ കുരു കർമാണി സംഘം തിക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ. അത് യോഗയുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റഡ് ശ്ലോകമാണ്. സമത്വം യോഗ ഉച്ചതേ. ആ സമചിത്തത പാലിക്കണം. പിന്നെ ഭഗവാനിൽ നിന്ന്, ഈശ്വര തത്വത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിയാത്ത ഉറച്ച ഭക്തി, അതാണ് യഥാർത്ഥ ഭക്തി. ഈശ്വര ചിന്തയിൽ നിന്ന് ഉറച്ച ഭക്തി, ഈശ്വര ചിന്തയിൽ നിന്നും മാറാത്ത ഉറച്ച ഭക്തി. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മറ്റുള്ള പറഞ്ഞിട്ടോ മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോയാലും കണ്ടതും കേട്ടതും എത്കരോഷി യസ്നാശി യജ്ജുഘോഷി ദദാസിയത്ത് എന്നൊക്കെ 9-ാം അധ്യായത്തിൽ പറഞ്ഞത് നമ്മൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ഉറച്ച ഭക്തിയാകും. പിന്നെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈശ്വരൻ്റെ ഭാവമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതാണ് ഉറച്ച ഭക്തി. എല്ലാത്തിലും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഈശ്വരൻ്റെ ഭാവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഏകാന്തവാസം, കൂടുതൽ കൂട്ടുകെട്ടോ പ്രത്യേകിച്ചും ജനത്തിരക്കിൽ പോയിട്ട് ജനക്കൂട്ടത്തിൽ ഉൾപ്പെടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ഭക്തിയുള്ളവർ ഈ പൂരവും ചെണ്ടപ്പുറത്ത് കോല വയ്ക്കുന്നിടത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഏകാന്തവാസം. നമ്മൾ ഒറ്റയ്ക്കാണ് ജനിച്ചത്, ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ സംരക്ഷണം നടത്തി, ഒറ്റയ്ക്ക് തന്നെ ശരീരം ധരിക്കേണ്ട സമയത്ത് ഭഗവാനിലേക്ക് പോയി ലയിക്കണം. അതിന് കൂടുതൽ അറ്റാച്ച്മെൻറ്റോ ബന്ധങ്ങളോ കൂട്ടുകൂടി നടക്കലോ അതൊക്കെ ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയ സംഘദോഷവും സമ്പർക്കദോഷവും ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് ജനിച്ചത്, ഒറ്റയ്ക്കാണ് നിലനിൽക്കുന്നത്, ഒറ്റയ്ക്കാണ് നമ്മൾ ശരീരം ത്യജിച്ചു പോകുന്നു. അത് തന്നെ ഏകാന്ത ഭാവം കൈക്കൊള്ളണം. ജനക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഇഷ്ടമില്ലാതിരിക്കുക. ഇതൊക്കെ യഥാർത്ഥ ഒരു പൂർണ്ണ മനുഷ്യൻ്റെ ഗുണങ്ങളാണ്, ശരീരത്തിലൂടെ പ്രകടമാകേണ്ടതാണ് പറയുന്നത്. അതുകൊണ്ട് ചെണ്ടപ്പുറത്ത് കോലം വയ്ക്കുന്നിടത്തോ ആൾക്കൂട്ടത്തിനിടയിലോ ഒന്നും പോയി പെടണ്ട എന്നർത്ഥം. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാലും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മിക ജ്ഞാനത്തിൽ നിഷ്ഠയുണ്ടായിരിക്കണം. ദിവസവും ഗീതാശാസ്ത്രമോ ഇല്ലെങ്കിൽ ഭാഗവതോ നാരായണീയമോ ഒരു അധ്യായമെങ്കിലും വായിച്ചിരിക്കണം. ഇതാണ് ആധ്യാത്മിക ജ്ഞാനത്തിന് നിത്യത വരുത്തണേ. അതിൻ്റെ അർത്ഥവിചാരം കൂടെ ചെയ്യണം. വെറുതെ തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞ പോലെ ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലി തീർത്താൽ പോരാ. അതിൽ സ്വയം വിചിന്തനം നടത്തണം, അർത്ഥവിചാരം നടത്തണം. എന്നിട്ട് അത് സ്വന്തം സ്വാധ്യായനം ചെയ്യാമെന്ന് പറയുക. അതിന്
അപ്പോൾ ഒരു ശ്ലോകമാണെങ്കിലും ദിവസം നിങ്ങൾ നിഷ്ഠയോടുകൂടി സ്വാധ്യായനം ചെയ്യുക. സ്വാധ്യായനം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പദം തിരിച്ച് പഠിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അത് ചിന്തയിലും വാക്കിലും പ്രയോജനത്തിൽ അന്നത്തെ ദിവസവും എങ്ങനെ എനിക്കിത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന വിധത്തിൽ ആധ്യാത്മിക ജ്ഞാനത്തിൽ നിത്യയുക്തരായിട്ടിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് 3 അധ്യായം വീതം ഇവിടെ സപ്താഹം നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ ദിവസവും എനിക്ക് ഒരു പുത്തരിയൊന്നുമല്ല, കാരണം ദിവസവും 3 അധ്യായം വായിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ ഈ സപ്താഹത്തിൽ ചെയ്യുന്ന ചടങ്ങ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത് മുഴുവൻ ദിവസവും 365 ദിവസവും എൻ്റെ നിഷ്ഠ ഇതാ. 17 വർഷമായിട്ടും ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പുസ്തകമില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ശ്രേഷ്ഠത. അപ്പോൾ അതുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനത്തിൽ നിഷ്ഠനായിരിക്കുക എന്ന് പറഞ്ഞാൽ നിത്യയുക്തനായിട്ടിരിക്കണം. പിന്നെ തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനം, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആധ്യാത്മിക നിഷ്ഠ നിത്യമായിട്ട് ചെയ്യുന്നവർക്ക് ഈ തത്വങ്ങളുടെയൊക്കെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാവും. ഇപ്പം അടുത്ത ദിവസത്തെ എൻ്റെ ഒരു അനുഭവം പറയും, ഈ സപ്താഹത്തിനിടയ്ക്ക് തന്നെ. കാരണം ഈ അനുഭവം പറയുന്നത് എൻ്റെ അനുഭവം എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്തിനാ പറയണമെന്നൊക്കെ ചിലർ ചോദിക്കും, അത് ചോദിച്ചോളൂ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാം, യാതൊരു വിരോധമില്ല. അതിനെ യുക്തിസഹജമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം, യാതൊരു വിരോധമില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. 7 ദിവസം സപ്താഹത്തിനിടയ്ക്ക് തന്നെ ഇപ്പം വീട്ടിലൊരു ഇൻവെർട്ടർ ഫിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ചിലത് ഡയറക്റ്റാണ്, ഇൻഡയറക്റ്റാണ്. അത് കൂടുതൽ ലൈറ്റും ഫാനും മാത്രം വർക്ക് ചെയ്താമെന്നുള്ള ഒരു കണ്ടീഷനിൽ ഇരുന്നു. അപ്പോൾ ചില പവർ കൂടിയ അല്ലെങ്കിൽ മോട്ടറോ ഇല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജോ ഇങ്ങനെയുള്ള സാധനം വീട്ടിൽ നടന്ന കാര്യം ഞാൻ പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം കൂടുതൽ ഉപയോഗിച്ചാൽ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി പോകും. അപ്പോൾ ചില ലൈനൊക്കെ ഡയറക്റ്റ് ലൈനിലേക്ക് തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രീഷ്യനെ അന്വേഷിച്ചു. അയാളോട് പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ചെയ്യാൻ ലൈൻ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അന്വേഷിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. അവസാനം ആ വീട്ടിലെ ആരെ ഏൽപ്പിച്ചോ ആ വീട്ടിൽ നിന്ന് തന്നെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോളൂ, അയാൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നയാളാ, ചിലപ്പോൾ വന്നില്ല എന്നൊക്കെ ഇരിക്കും. എനിക്ക് നേരിട്ടുണ്ടായ അനുഭവം. അത് കഴിഞ്ഞ് വേറെ 1-2 പേരെയൊക്കെ ആലോചിച്ച് നോക്കി, എന്തായാലും കിട്ടിയില്ല. അവസാനം ഞാൻ തന്നെ 2 ദിവസത്തെ പണി കൊണ്ട് ഈ ലൈൻ മുഴുവൻ മാറ്റി കൊടുക്കേണ്ടതൊക്കെ എവിടുന്നാന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് 2 ദിവസം അതിനും 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അതിൽ തന്നെ പ്രേമിച്ച് നടക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം, കുറച്ച് കുറ്റങ്ങളും കുറവുകളും, നമ്മൾ 2-3 പ്രാവശ്യം ചിലപ്പോൾ സാധനം മേടിച്ച് തികയാതെ വരും, പിന്നെയും പോയി മേടിച്ചുകൊണ്ട് വരും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായെങ്കിലും 2 ദിവസം കൊണ്ട് ഏതൊക്കെ പവർ ലൈനാണോ അതൊക്കെ മാറ്റിക്കൊടുത്ത് ഇൻവെർട്ടറിലേക്ക് വേണ്ടത് മാത്രം കണക്ട് ചെയ്ത് ശരിയാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഇലക്ട്രീഷ്യനല്ല ഉദ്യോഗമായിട്ട്, ഇത് തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ഒരു വിഷയത്തെപ്പറ്റി നിരന്തരം ചിന്തിച്ച് അതെങ്ങനെ പ്രായോഗിക തലത്തിൽ നമുക്ക് ഭൗതിക കാര്യങ്ങൾ വരെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇത് കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? അപ്പോൾ എന്താ വേണ്ടത്? നമ്മൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന പൈസ മാത്രമേ ചിലവായുള്ളൂ. ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ ചുരുങ്ങിയത് 2 ദിവസം അയാൾ പണിയെടുക്കും. ചുരുങ്ങിയത് 72,000 രൂപ അയാൾക്ക് കൊടുക്കേണ്ടി വരും. ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ വന്ന ആൾക്ക് കൊടുക്കേണ്ടി വരും 2,000 രൂപ. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനത്തെ പറയാനാണ് ഞാനിത് പറഞ്ഞത്. എന്തുകൊണ്ട് ഇത് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗീതാശാസ്ത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഞാനൊരു ബേസിക്കായിട്ട് പോളിടെക്നിക് ഇലക്ട്രീഷ്യൻ്റെ പണി നടത്തുകയല്ല. അത്യാവശ്യം വീട്ടിലെ പ്ലംബിങ് വരെ മുഴുവൻ അത്യാവശ്യം വേണ്ട തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ഞാൻ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ എവിടെയാണ് സമയം കിട്ടുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. ദിവസം 3 മണിക്ക് എഴുന്നേറ്റാൽ ഈ പറയുന്ന പാരായണങ്ങളും സാധ്യായനങ്ങളും യോഗസാധനങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും വീട്ടിലെ കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കടയിൽ പോണേ അതും പോകും. അപ്പം തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനം കൊണ്ടാണ്, അതും ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ 21 മണിക്കൂറും പ്രവർത്തിക്കാനുള്ള ക്ഷമത 3-4 മണിക്കൂറാണ് ടോട്ടലി റെസ്റ്റ് എടുക്കുന്നത്. ആ റെസ്റ്റ് എന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ട് അബോധാവസ്ഥയിൽ കിടന്നുറങ്ങുക, സുഷുപ്തി കിടന്നുറങ്ങുക എന്നല്ല, അനങ്ങി അറിയും. അതേ രീതിയിൽ ബോധതലത്തിൽ നിന്നുകൊണ്ടാണ് ഇതെങ്ങനെ സാധിക്കുന്നത്. ഇതാണ് ആധ്യാത്മിക ജ്ഞാനത്തിൽ നിത്യനിഷ്ഠ വയ്ക്കുന്നതിൻ്റെയും തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനവും ഒക്കെ ഇതിൽ നിന്ന് സ്വയം അനുഭവിച്ച് ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു അറിവ് നേടണം. അപ്പോഴാണ് ഗീതാശാസ്ത്രം പഠിക്കുന്നത് നിത്യവും ഉപാസിച്ചാൽ അത് ആധ്യാത്മിക ജ്ഞാനത്തിൽ നിഷ്ഠ വയ്ക്കലായി.
അത് ഓരോ ശ്ലോകങ്ങളും നിത്യം ഉപാസന ചെയ്ത് അതിൽ നിന്ന് തത്വജ്ഞാനത്തിന്റെ പ്രയോജനം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തയും വാക്കും പ്രവൃത്തികളും കോർഡിനേറ്റ് ചെയ്ത് എങ്ങനെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് ചിന്തിക്കണം. അതാണ്, ഇതെല്ലാം കൂടെ ചേർത്താണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്കുള്ളത് മുഴുവൻ അജ്ഞാനം എന്ന് പറയുന്നു. ഈ പറഞ്ഞവയെല്ലാം ജ്ഞാന സാധനകളാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ജ്ഞാനലബ്ധിക്കുള്ള ഉപായങ്ങളാണ് ഇതിനു മുമ്പ് പറഞ്ഞത്. അപ്പോഴാണ് ആ പ്രയോജനം ജ്ഞാനമാകയാൽ അവയെ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ അറിവ് യഥാർത്ഥത്തിൽ നേടി നമ്മുടെ ശരീരത്തിലുടനെ സാക്ഷാത്കരിക്കേണ്ടതാണ് എന്നർത്ഥം. ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ ഏറ്റവും എസൻസ് ആയിട്ടുള്ള ഭാഗമാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. ഇനി പറയുന്നതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാവുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തന്നെ അതിൻ്റെ വ്യാഖ്യാനം പഠിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തന്നെ മനസ്സിലാകും. ജ്ഞേയം എത്തത് പ്രവശ്യാമി യജ്ഞാത്വാ നേഹ ഭൂയോ അമൃതസ്നുതയെ. ജ്ഞേയം എത്തത് പ്രവശ്യാമി യജ്ഞാത്വാ അമൃതസ്നുതയെ. അനാദിമത്പരം ബ്രഹ്മ നാസതുച്യതേ. അറിയപ്പെടേണ്ടത് ഏതാണോ, യാതൊന്നിനെ അറിഞ്ഞാൽ മോക്ഷത്തെ പ്രാപിക്കാൻ കഴിയുമോ അതിനെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ശരീരത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ നമ്മൾ ആർജിക്കേണ്ട കഴിവുകളാണ് ഈ 5 ശ്ലോകത്തിലൂടെ പറഞ്ഞത്. ഇനി അതിൽ ഏതെന്ന് അറിഞ്ഞാൽ, ഇനി അതെല്ലാം മനസ്സിലാക്കിയാലും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയാലും ചിലതൊക്കെ അറിഞ്ഞാൽ സത്തെന്തെന്നോ അസത്തെന്തെന്നോ തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് കൂടി നമുക്ക് എത്തണം. അതിന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ചില അറിവ് കൂടി ഭഗവാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. ഇച്ഛ ഇന്ദ്രിയ ഗോചരമല്ലാത്തതിനാൽ സത്തെന്ന് പറയാനാവില്ല. ഇപ്പൊ ജീവനെ നമുക്ക് ഏത് CT സ്കാൻ കൊണ്ട് ശരീരം നമുക്ക് സ്കാൻ ചെയ്താൽ ശരീരത്തിലുള്ള അംഗപ്രത്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ സത്തായിരിക്കുന്ന ജീവചൈതന്യത്തെ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ സാധ്യമല്ല. അതാണ് ആദ്യം തന്നെ പറയുന്നത്. സർവ്വത പാണിപാദം തത് സർവ്വതപക്ഷി ശിരോമുഖം സർവ്വത ശ്രീമൽ ലോക സർവം ആവർത്തി തിഷ്ഠതി. എല്ലായിടത്തും കൈകാലുകളും കണ്ണും തലയും മുഖവും ചെവിയും എല്ലാമുള്ള പഞ്ചേന്ദ്രിയ, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പഞ്ചേന്ദ്രിയ ശക്തികളും ഈ ബ്രഹ്മത്തിൻ്റെ ജീവാത്മാവിൻ്റെ പ്രഭാവം കൊണ്ടാണ് നടക്കുന്നത്. ഈ ലോകത്തിൽ പ്രപഞ്ചപ്രാണനായിട്ടിരുന്നുകൊണ്ട് സകലതിനെയും ആവരണം ചെയ്ത് വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആത്മചൈതന്യം തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ പ്രാണനായിട്ട് നിലനിൽക്കുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ തിരിച്ചറിയുന്നതും ഈ ശക്തി കൊണ്ടാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ശക്തികളും ഈ പ്രപഞ്ചത്തിനും ഉണ്ടെന്നർത്ഥം. ഈ ഇന്ദ്രിയ ശക്തികളും മനസ്സും എന്ത് പറയണ്ട ഈ ജീവചൈതന്യത്തിൻ്റെ പ്രഭാവവും ഒക്കെ പ്രപഞ്ചത്തിനുമുണ്ട്, അതായത് പ്രകൃതിക്കുമുണ്ട്. അതുകൊണ്ട് സർവേന്ദ്രിയ ഗുണാഭാസം എല്ലായിടത്തും ഈ ഇന്ദ്രിയങ്ങളുടെ പ്രഭാവമാണ് നടക്കുന്നത്. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജ്യം അസക്തം സർവേപ്യ ചെയ്യ നിർഗുണം ഗുണഭോക്തജ. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതും എന്നാൽ ഇന്ദ്രിയങ്ങൾ ഇല്ലാത്തതും ഒന്നിനോട് ചേരാതെ നിൽക്കുന്നതും എല്ലാറ്റിനോടും ആധാരഭൂതം സത്വാദി ഗുണങ്ങളൊന്നും ഇല്ലാത്തതും എന്നാൽ ആ ഗുണങ്ങളെ അനുഭവിപ്പിക്കുന്നതുമായ ഈ പ്രഭാവത്തെയാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. സർവേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും എല്ലാം ഉൾപ്പെടും. ഗുണങ്ങളുടെ ഭോക്താവ് ജീവഭാവത്തിലിരിക്കുന്ന പരമാത്മാവ് തന്നെ. എന്നാൽ സ്വതേ പരമാത്മാവ് ഗുണാതീതനാണ് താനും. ഇതുകൊണ്ടൊന്നും നമ്മുടെ ശരീരത്തിൽ തന്നെ ജീവചൈതന്യ ആത്മാവ് ഇരുന്നു കൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാത്തിനെയും യഥാവിധി 24 ഘടകങ്ങളെയും യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജീവചൈതന്യത്തിൻ്റെ പ്രതിഭാസം കൊണ്ടാണ്. പക്ഷേ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന ഭാവത്തിൽ ജീവിതത്തിൽ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കും. ഈ ഗുണങ്ങളോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ വാസനാബലങ്ങളോ അവരവരുടെ സ്വഭാവമോ ഒന്നും ആത്മാവിനെ ബാധിക്കുകയില്ല താനും. നമ്മുടെ സ്വഭാവം നമുക്ക് പ്രകടമാക്കാൻ പ്രേരണ നൽകുന്നത് ജീവാത്മാവ് തന്നെയാണ്. അത് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിനും അതെ, സ്ഥായിയായിട്ട് നിൽക്കുന്നുകൊണ്ട് സൂര്യചന്ദ്രാദികളെ ചലിപ്പിക്കുന്നതും ഭൂമിയെ ചലിപ്പിക്കുന്നതും എന്ന് വേണ്ട ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഭാവം കൊണ്ട് നടക്കണം. പക്ഷേ ഇതിനോടൊന്നും ഒട്ടലില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ. സ്വതേ പരമാത്മാവ് ഗുണാതീതനാകുന്നു. ബഹിരന്തശ ഭൂതാനാം അചരം ചരമേവച സുഷ്പത്താത് വിജ്ഞേയം ദൂരസ്ഥം ചാന്തികേചത്. അത് പരമാത്മാവ് ഭൂതങ്ങളുടെ പുറത്തും അകത്തുമുണ്ട്. സ്ഥാവരവും ജംഗവും അത് തന്നെ. സൂക്ഷ്മമാകിയാൽ അത് അറിയപ്പെടാതിരിക്കുന്നു. അത് ദൂരത്ത് എത്തിയിരിക്കുന്നതാണ്, അതേസമയം അടുത്തിരിക്കുന്നതുമാണ്. ഇപ്പം ആകാശത്തിലേക്ക് നമ്മൾ
വായു, ആകാശത്തിൽ എല്ലായിടത്തും വായു നിറഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെ നമ്മൾ ആകാശത്തിന് ദൂരേക്ക് അടുക്കും തോറും അകന്നു പോകുന്നതായിട്ടും അകലും തോറും അടുക്കുന്നതായിട്ടും തോന്നും. അന്ന് പറഞ്ഞതുപോലെ തന്നെ ഭൂതങ്ങളുടെ അകത്തും പുറത്തും പ്രപഞ്ചത്തിലും നമ്മുടെ ശരീരത്തിലും സർവ്വ പ്രാണികളിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ്, ഒരു വ്യക്തിയല്ല, ഒരു ശക്തി മാത്രമാണ് ഈശ്വര ചൈതന്യം എന്ന് മനസ്സിലാക്കുക. നാമരൂപാത്മകമായ ജഗത്തിന് അതീതമാകിയാൽ അജ്ഞാനികൾക്ക് ദൂരസ്ഥവും സർവ്വചരാചരങ്ങളും വർത്തിക്കുന്നതിൽ ആ ജ്ഞാനികൾക്ക് സമീപസ്ഥവുമാണ്. സമദർശനം കിട്ടുന്നവർക്കേ ഈ തൂണിലും തുരുമ്പിലും ഈശ്വരഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കൂ. അതിലേക്കാണ് യോഗസ്ഥനാകാൻ പറയുന്നത്. തന്നിലുള്ള ശക്തിയെ ആദ്യം സാക്ഷാത്കരിക്കൂ, അപ്പോഴേ നമ്മുടെ കാഴ്ചപ്പാടൊക്കെ മാറുള്ളൂ. എല്ലായിടത്തും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ അകക്കണ്ണുകൊണ്ട് കണ്ടിട്ടാൽ മാത്രമേ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുന്നതെല്ലാം ഈശ്വരനായിട്ട് കാണാൻ നമുക്ക് സാധിക്കുള്ളൂ. അഭിഭക്തം ച ഭൂതേഷു വിഭക്തം ഇവച സ്ഥിതം ഭൂതവൃത്യജ തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭു വിഷ്ണുജ. അറിയപ്പെടേണ്ടതായ ബ്രഹ്മം അഭിഭക്തവും എന്നാൽ ഭൂതങ്ങളെ വിഭക്തമെന്ന പോലെ സ്ഥിതി ചെയ്യുന്നതുമാണ്. സർവ്വചരാചരങ്ങളെയും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും സൃഷ്ടിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവ് തന്നെയാണ്, ആ പ്രഭമാണ്, പ്രപഞ്ചപ്രാണനായി നിന്നുകൊണ്ട് സകലയെ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും സംഹരിക്കുന്നതുമെല്ലാം ഒരേ ശക്തി തന്നെയാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം നശിച്ചാലും അതൊരിക്കലും നശിക്കാതെ പ്രകൃതി തത്വത്തിലേക്ക് തന്നെ പോയി ചേരുകയും ചെയ്യും. ജ്യോതിക്ഷാമവിത ജ്യോതി തമസാപരം ഉച്ചതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ഇപ്പൊ ജ്യോതിഷുകൾക്ക് ജ്യോതിഷായിട്ടും പരബ്രഹ്മം അഥവാ പരമാത്മാവ് ഇരുട്ടിന് അപ്പുറം എന്ന് പറയപ്പെടുന്നു. അറിവും അറിയപ്പെടേണ്ടതും അറിവ് കൊണ്ട് പ്രാപിക്കേണ്ടതുമായ അത് സകലത്തിൻ്റെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഏതൊരു അറിവാണോ നമ്മൾ അറിവ് കൊണ്ട് പ്രാപിക്കണം, അറിവ് കൊണ്ട് അറിയണം, അറിയപ്പെടേണ്ടതും അറിവും അറിവ് കൊണ്ട് പ്രാപിക്കേണ്ടതുമായ സകലത്തിൻ്റെയും ആ ശക്തിയാണ് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും ഉള്ളിൽ വർത്തിക്കുന്ന ആത്മാവ് തന്നെയാണ് സർവ്വവ്യാപകവും അഭിഭക്തവുമായ ബ്രഹ്മം എന്ന യാഥാർത്ഥ്യത്തെ സാക്ഷാത്കരിക്കുകയാണ് യഥാർത്ഥ ജ്ഞാനസമ്പാദനം. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചപ്രാണനും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രാണനും ഒന്നാണെന്ന് സാക്ഷാത്കരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ആത്മസാക്ഷാത്കാരമെന്നും ബ്രഹ്മാത്മ ഐക്യജ്ഞാനമെന്നും പറയുന്നതും അത് ഒന്ന് തന്നെയാണ്. അതാണ് ആത്മജ്ഞാനം നേടിയിട്ടേ ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കും. ആദ്യം തൻ്റെ ആത്മാവ് എന്തെന്ന് പറയുക, എന്നിട്ട് ബ്രഹ്മം എന്താണെന്ന് പറയുക. അത് രണ്ടും കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ, അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, അറിവ് കൊണ്ട് പ്രാപിക്കപ്പെട്ടാൽ രണ്ടും സാക്ഷാത്കരിക്കപ്പെടും. ഇതി ക്ഷേത്രം തഥാജ്ഞാനം ജ്ഞേയം ചോക്തം സമാസദാ മദ്ഭക്ത ഏതവിജ്ഞായ മദ്ഭാവയെ ഉദപത്തി. പ്രകാരം ക്ഷേത്രത്തെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും കുറിച്ച് ചുരുക്കമായി പറയപ്പെട്ടു. എൻ്റെ ഭക്തൻ അതിനെ അറിഞ്ഞ് പരമാത്മാഭാവത്തിന് യോഗ്യനായി ഭവിക്കുന്നു. അപ്പോൾ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പറ്റിയുള്ള അറിവാണ് യഥാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനം നേടിയാൽ അങ്ങനെയുള്ള ഭക്തൻ പരമാത്മാ ജീവാത്മാ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടും ഒരു ഭാവത്തിൽ വർത്തിക്കുന്നതാണെന്ന് തിരിച്ചറിയും എന്നർത്ഥം. നമ്മൾ രണ്ടായിട്ട് കണ്ടാൽ രണ്ടായിട്ട് വർത്തിക്കും, ഒന്നാക്കി കണ്ടാലോ ഒന്നായിട്ട് വർത്തിക്കും. പ്രകൃതിയും പുരുഷം ചൈവ വിദ്യാനാഥിയും ഉപവാമപി വികാരാംശ ഗുണാംശൈവ വിധി പ്രകൃതി സംഭവാൻ. പ്രകൃതിയും പുരുഷനും രണ്ടും അനാദിയാണെന്നറിഞ്ഞാലും വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടായവയെന്നും പരമാത്മാവിൻ്റെ രണ്ട് ഭാവങ്ങളായ പ്രകൃതിയും പുരുഷനും പരമാത്മാവിനെ പോലെ തന്നെ അനാദിയാണ്. പ്രകൃതി കാര്യമാണ് ശരീരം എന്നതിൽ വികാരങ്ങളും ഗുണങ്ങളും എല്ലാം പ്രകൃതിയിൽ നിന്നുണ്ടായവയാണ്. അതായത് ശരീരസ്ഥമാണ് ഈ വികാരങ്ങളും വിചാരങ്ങളും. അത് പ്രകൃതിയിൽ നിന്ന് സത്വരജ ത്രിഗുണങ്ങളിൽ നിന്ന് ഉൽപ്പന്നമായതാണെന്നർത്ഥം. ജീവാത്മാവിന് നിർഗുണഭാവമാണ്. ഈ പറയുന്ന മായയിൽ നിന്നും പെടാതെ പരമശുദ്ധമായിട്ടിരിക്കുന്നതാണ് ജീവാത്മാവ്. അത് പരമാത്മാവിൽ നിന്നുണ്ടായതാണ്. പക്ഷെ ശരീരം ഉണ്ടായിരിക്കുന്നത് പ്രകൃതിയിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്നുണ്ടായതുകൊണ്ട് 24 ഘടകങ്ങൾ ജീവനും കൂടെ കൂടിച്ചേരുമ്പോൾ ഈ പ്രകൃതിയുടെ സ്വഭാവം കാണിക്കുന്ന അർത്ഥം. അതിനെയാണ് മായ എന്ന് പറയുന്നത്. കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വ ഹേതുരുച്യതേ. കാര്യകാരണങ്ങളുടെ സൃഷ്ടിയിൽ പ്രകൃതിയാണ് കാരണം എന്ന് പറയപ്പെടുന്നു. സുഖദുഃഖങ്ങളുടെ അനുഭവത്തിലാകട്ടെ പുരുഷൻ കാരണം എന്ന് പറയുന്നു. ശരീരമാണ് കാര്യം, കാരണം ശരീരമാണ് മാധ്യമം. ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും കാരണങ്ങൾ മാത്രമാണ്.
ഇതേപ്പറ്റിയും 18-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പഞ്ചകാരണങ്ങളെപ്പറ്റിയും 3 കരണങ്ങളെപ്പറ്റിയൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. ദേഹേന്ദ്രിയങ്ങളുടെ സൃഷ്ടിയിൽ കാരണം പ്രകൃതിയാണ്. പഞ്ചഭൂതാത്മകമായ പ്രകൃതി, ശരീരം, അറിവ്, അറിയപ്പെടേണ്ട വസ്തു, ഇതൊക്കെയാണ് അതേപ്പറ്റി പ്രകൃതിയുടെ തത്വങ്ങളെപ്പറ്റി പറയുന്നത്. സുഖദുഃഖാദികളായ അനുഭവങ്ങളുടെ വിഷയത്തിൽ പുരുഷൻ ജീവൻ കാരണമാണ്. ഈ സുഖദുഃഖങ്ങളും ലാഭവും നഷ്ടം, ജയം പരാജയം നമ്മുടെ ശരീരത്തിലൂടെ പ്രകടമാകുന്ന സ്വഭാവവും വികാര വിചാരങ്ങളും എല്ലാം ഈ ജീവാത്മാവിൻ്റെ പ്രഭാവം കൊണ്ടാണ് സാധിക്കുന്നത്. അതായത് പുരുഷൻ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ നാഥനായിരിക്കുന്ന ജീവനാണ് എന്ന് എടുത്തു പറയുന്നു. അപ്പം അതിൻ്റെ കാര്യകാരണങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതിന് പ്രേരണ നൽകുന്ന, അനുഭവസ്ഥനാക്കുന്നത് ഈ ജീവചൈതന്യമാണ്. അതിനെയാണ് ഇവിടെ പുരുഷൻ എന്ന് വിശദീകരിച്ചത്. പുരുഷ പ്രകൃതിസ്തോഖി പുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ സദസ്യോ ജനുജന്മസു. പുരുഷൻ പ്രകൃതിയെ സ്ഥിതി ചെയ്തിട്ട് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങളെ അനുഭവിക്കുന്നു. ഇവൻ്റെ അഥവാ ആത്മാവിൻ്റെ അഥവാ പുരുഷൻ്റെ ഇന്ദ്രിയങ്ങളോടുള്ള സംബന്ധമാണ് ഉത്കൃഷ്ടവും നീചവുമായ യോനികളിൽ ജനിക്കാൻ കാരണമായി വരുന്നത്. അതായത് ജീവാത്മാവ് ദേഹത്തിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദികളെ അനുഭവിക്കുകയും ഇന്ദ്രിയങ്ങളോടുള്ള ചേർച്ച വാസനാബലത്തെ ഉണ്ടാക്കി ഉത്കൃഷ്ടമോ നീചമോ ആയ വീണ്ടും യോനികളിലേക്ക് ജനിക്കാനിട വരികയും ചെയ്യുന്നു. നമ്മൾ ജന്മജന്മാന്തരമായിട്ടുള്ള സമ്പാദിച്ചു വച്ചിരിക്കുന്ന ജന്മവാസനകളും കർമ്മവാസനകളും കൊണ്ടാണ് വീണ്ടും ജനിക്കാനിട വരുന്നതും. ഈ ജന്മത്തിൽ ആ ജന്മവാസനകളെ കൊണ്ട് ജീവിക്കുമ്പോൾ പുതിയതായിട്ടുള്ള ജന്മവാസനകൾ ഉണ്ടാകുകയോ പഴയത് നിലനിർത്തുകയോ ഒക്കെ ചെയ്താലും ആ വാസനാബലം കൊണ്ട് തന്നെ വീണ്ടും അതനുസരിച്ചുള്ള യോനികളിൽ ജനിക്കാനിട വരും എന്നർത്ഥം. അപ്പോൾ ശരീരം തന്നെയാണ് ഇതിനൊക്കെ കാരണമായി വരുന്നത്. ഉപദൃഷ്ട അനുമന്താച ഭക്ത ഭോക്താമഖേശ്വര പരമാത്മ ചാപ്യത്വ ദേഹേ അസ്മിൻ പുരുഷപര. ഈ ദേഹത്തിൽ ഇരിക്കുന്നവനാണെങ്കിലും പരമപുരുഷൻ സാക്ഷിയും അനുമതി നൽകുന്നവനും ഭരിക്കുന്നവനും അനുഭവിക്കുന്നവനും മഹേശ്വരനും പരമാത്മാവും തന്നെ എന്നറിയപ്പെടുന്നു. പരമാത്മാവിൻ്റെ ആഭാസ ചൈതന്യമാണ് ജീവാത്മാവ്. ക്ഷേത്രജ്ഞനും പുരുഷനും വ്യവഹാരങ്ങൾ മാത്രമാണ്. അയേവം വേത്തിപുരുഷം പ്രകൃതിയും ച ഗുണൈസഹ സർവദാ വർത്തമാനോ വിനാശഭൂയോ അഭിജായതേ. ഇപ്രകാരം പുരുഷനെയും ഗുണങ്ങളോട് കൂടിയ പ്രകൃതിയെയും യാതൊരുവൻ അറിയുന്നുവോ അവൻ നാനാപ്രകാരത്തിൽ വർത്തിക്കുന്നവനാണെങ്കിലും വീണ്ടും ജനിക്കുന്നില്ല. അറിവ് എന്നിവിടെ പറയുന്നത് കേവലമായ പുസ്തക ജ്ഞാനത്തെ അല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ പുരുഷനെയും ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയെയും യാതൊരുവൻ അറിയുന്നുവോ, യഥാർത്ഥത്തിൽ അതിൻ്റെ അനുഭവം, അറിവ് കൊണ്ട് കാര്യമില്ല. അറിവ് പുസ്തകജ്ഞാനത്തിൽ നിന്ന് നാനാപ്രകാരത്തിൽ വർത്തിക്കുന്നവനാണെങ്കിലും വീണ്ടും ജനിക്കാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന തത്വത്തെ സാക്ഷാത്കരിക്കണം. സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം. പുസ്തകജ്ഞാനം കൊണ്ട് കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പുസ്തകജ്ഞാനം നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉതകുന്ന ഒരു മാർഗദർശനം മാത്രമാണ്. അതിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം എന്നർത്ഥം. ധ്യാനേന ആത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. യുക്തിപൂർവമായിട്ട് ശാസ്ത്രവിചാരം ചെയ്ത് പരമാത്മ തത്വത്തിൽ എത്തുന്നതിന് ജ്ഞാനമാർഗമാകുന്നു ഈ പുസ്തകജ്ഞാനം. സ്വാർത്ഥകാമനകൾ വെടിഞ്ഞ് യജ്ഞഭാവനയോടെ അനുഷ്ഠാനമാണ് കർമ്മയോഗം. അഥവാ ആ കർമ്മയോഗത്തിലൂടെ മാത്രമേ ഈ പറയുന്ന തത്വങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. അതായത് അനുഭവത്തിലെത്തിക്കണം എന്നർത്ഥം. അന്യേ തേവം അജാനന്ദ സുത്വാത് അന്യേഭ്യ ഉപാസതേ തേ തപി ജാതിരന്ത്യേവ മൃത്യും ശ്രുതിപരായണം. ഈ വിധം ധ്യാന ജ്ഞാന കർമ്മമാർഗങ്ങൾ കൂടാത്ത മറ്റുള്ളവരാകട്ടെ അന്യജനങ്ങളിൽ നിന്ന് അഥവാ ഗുരുക്കന്മാരിൽ നിന്നോ സജ്ജനങ്ങളിൽ നിന്നോ കേട്ടറിഞ്ഞ് ഉപാസിക്കാം. ശ്രവണപാരായണന്മാരായ അവരും മരണത്തെ അതിക്രമിക്കുന്നു. അപ്പം ഇതിനു മുമ്പും ഭഗവാൻ പറഞ്ഞു നമുക്ക് തന്നെ സാക്ഷാത്കരിക്കാം. അനുഭവത്തിലൂടെ കർമ്മയോഗത്തിലൂടെ നമുക്ക് ഇതൊക്കെ അനുഭവത്തിൽ എത്തിക്കാൻ സാധിക്കും. അത് സാധിക്കാത്തവർ ശ്രേഷ്ഠമായിട്ടുള്ള തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിച്ച് ഈ അനുഭവജ്ഞാനത്തെ കേട്ടറിഞ്ഞുകൊണ്ട് അത് ഉപാസിക്കാൻ സാധിക്കും. പറഞ്ഞാൽ കേട്ടറിഞ്ഞിട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണെന്നാണ് പറഞ്ഞത്. അതായത് സത്സംഗത്തിലൂടെയും നമുക്ക് സ്വഭാവത്തെ മാറ്റാൻ തക്കവണ്ണമുള്ള പ്രേരണയായിട്ട് ശ്രവണത്തിലൂടെയും മാറി അത് എന്തായാലും സാക്ഷാത്കരിക്കണം. കേട്ടതുകൊണ്ട് മാത്രമായില്ല, ശ്രദ്ധാഭക്തിയോടെ കേട്ടിട്ട് അത് ചിന്തയിലും വാക്കിലും പ്രയോജനപ്പെടുന്ന വിധത്തിൽ അത് കേൾക്കണം. അതപ്പോൾ മാത്രമേ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ. അതാണ് ശ്രദ്ധാഭക്തി എന്ന് പറഞ്ഞത്.
യാവ സംജായതേ കിഞ്ച സത്വം സാവരജംഗമം ക്ഷേത്രച്ച സംയോഗ തത്വതീപരദക്ഷവ. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ചരങ്ങളായിട്ടോ അചരങ്ങളായിട്ടുണ്ടോ അതെല്ലാം ക്ഷേത്രജ്ഞ സംയോഗത്താലാണെന്നറിയുക എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് സത്വമായിട്ടോ സ്ഥാവരമായിട്ടോ ജംഗമമായിട്ടോ എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വം ക്ഷേത്രജ്ഞ സംയോഗ. അതായത് ഒന്ന് അപരാശക്തിയും പരാശക്തിയും ചേർന്ന ഉള്ള യോഗത്തെയാണ് ഇവിടെ ക്ഷേത്രജ്ഞ സംയോഗം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും നിലനിൽക്കുന്നില്ല എന്നാണ് പാൻ പറഞ്ഞത്. ഒരു മണൽത്തരി ആയാലും ഒരു മരമായാലും ഏത് വസ്തു ആയാലും വേണ്ടില്ല, ക്ഷേത്രം ആ വസ്തു ജഡവസ്തു ഉണ്ടാവും, അത് ചൈതന്യമായിരിക്കുന്ന ഒരു ശക്തിയും ഉണ്ടാകും. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് അതായിട്ട് നിലനിൽക്കുന്നത് എന്ന് സാരം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനൽ സസ്യ വിനസന്ധ്യം അപശ്യതി സപശ്യതി. സകല ചരാചരങ്ങളിൽ സമമായി സ്ഥിതി ചെയ്യുന്ന പരമേശ്വരനെ നാശമുള്ള വസ്തുക്കളിലെ നാശമില്ലാത്തവനായിട്ട് ആരറിയുന്നുവോ അവൻ സത്യദർശിയാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ നാശമുള്ളതായ ശരീരത്തിൽ നാശമില്ലാത്തതായ ആത്മചൈതന്യത്തെ ആരറിയുന്നുവോ അവൻ സത്യത്തെ ദർശിക്കുന്നവനാണ് എന്നർത്ഥം. സമം പശ്യൻ ഹി സർവത്ര സമ അവസ്ഥിതമീശ്വരം നാ ഖിനസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതി. ഈ സത്യത്തെ മനസ്സിലാക്കി സത്യദർശിയായി മാറിയാലോ എല്ലായിടത്തും സമമായി സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ കാണുന്നവൻ അതേപോലെ തന്നെയാണ് എല്ലാ ശരീരങ്ങളും. തൻ്റെ ശരീരത്തെ സാക്ഷാത്കരിച്ചാൽ പിന്നെ എല്ലായിടത്തും അത് തന്നെ കാണാം. അങ്ങനെയുള്ള സമദർശനത്തിലേക്ക് എത്തിയാൽ തന്നെത്താൻ ആത്മാവിനെ നശിപ്പിക്കില്ല. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു ശ്ലോകമാണിത്. അതായത് ആത്മാവിനെ ഒരിക്കലും നശിപ്പിക്കുന്നില്ല. ആത്മാവിനെ ഹനിക്കാൻ ആർക്കും ചിന്തന്തി സഹസ്രാണീനൈനം ദിഗതി ഭാവക എന്നൊക്കെ ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞു ചോദിക്കുക. ആത്മാവിനെ ഒരിക്കലും ഹനിക്കാൻ ഹത്യ ചെയ്യാൻ ആർക്കും സാധ്യമല്ല. കാരണം നാന്യതേ ഹന്യമാനേ ശരീരേ, ശരീരത്തിന് ആണ് നാശമുണ്ടാകുക, ഒരിക്കലും ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ മോക്ഷത്തെ പ്രാപിക്കുന്നത് അവൻ പരമഗതിയെ പ്രാപിക്കുക തന്നെയും. നാശരഹിതമായ ആത്മാവിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അജ്ഞാനികൾ അനാത്മാവിനെ ദേഹിയെ ആത്മാവായി ധരിച്ചിട്ട് ശരീര മനോബുദ്ധികളിൽ ഭ്രമിച്ച് അതിനെ സ്വയം നശിപ്പിക്കുകയോ ഇല്ലേ മറ്റൊരാളെ കൊണ്ട് നശിപ്പിക്കുകയോ മറ്റൊന്നിനെ നശിക്കുകയും ചെയ്താലും ഏതു തരത്തിൽ ശരീരം നശിപ്പിച്ചാലും വീണ്ടും മറ്റൊന്നിനെ സ്വീകരിക്കാൻ ഇടവരും. തൽഫലമായി ജനന മരണങ്ങൾ ആവർത്തിക്കാൻ ഇടവരും. അതായത് മരണം ജനനത്തിൻ്റെ ലക്ഷണം മാത്രമാണ്, ജനനം മരണത്തിൻ്റെ ആരംഭവുമാണെന്ന് പറയും. അപ്പോൾ സർവ്വവ്യാപിയായ ഈശ്വരനെ പരമാത്മാവിനെ കാണുന്നവൻ സ്വസ്വരൂപിയായി ആ മോക്ഷത്തിലേക്കിലെ പരമപദം പ്രാപിക്കാൻ യോഗ്യനായി ഭവിക്കുന്നു. പ്രകൃത്യൈവച കർമാണി ക്രിയമാണാനി സർവശഃ യ പശ്യതി തദാത്മാനം അകർത്താരം സപശ്യതി. എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും പ്രകൃതിയിൽ തന്നെയാണ് ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്ന് യാതൊരുവൻ കാണുന്നുവോ അവൻ സത്യവസ്തു മനസ്സിലാക്കണം. അപ്പോൾ ആത്മാവല്ല നമ്മുടെ ജീവനല്ല ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അതിനൊരു പ്രേരണ നൽകുന്നു എന്നുള്ളൂ. നമ്മുടെ ശരീരത്താൽ നമുക്ക് പ്രകടമാകുന്ന സ്വഭാവത്താൽ വാസനാബലത്താൽ പ്രകടമാകുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് വീണ്ടും വീണ്ടും കർമ്മവ്യവസ്ഥനെ ഉണ്ടാക്കുന്നതും അതാണ് വീണ്ടും വീണ്ടും ജനിക്കാൻ ഇടവരുന്നത്. അപ്പം ഈ ശരീരം കൊണ്ട് തന്നെ ഈശ്വരനെ സാക്ഷാത്കരിച്ചാലോ ഈശ്വരനിലേക്ക് പോകും, അല്ല ഭൗതികതയെ സാക്ഷാത്കരിച്ചാലോ അതിലേക്ക് വീണ്ടും വീണ്ടും ജനിക്കാൻ ഇടവരികയും ചെയ്യും. യഥാഭൂതബിർഭാവം ഏകസ്ഥാനം ഉപപശ്യതി തഥ ഏവച വിസ്താരം ബ്രഹ്മസമ്പദ്യതേ തഥ. ചരാചരങ്ങളായിരിക്കുന്ന ഭൂതങ്ങളുടെ വെവ്വേറെയുള്ള ഭാവം ഒന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നും അതിൽ നിന്ന് തന്നെ വിസ്താരമാർന്നതാണെന്നും ഒരുവൻ എപ്പോൾ കാണുന്നുവോ അപ്പോൾ അവൻ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുന്നു. തൻ്റെ ആത്മാവും സർവഭൂത അന്തരാത്മാവും ഏകമാണെന്ന സമ്യക് ദർശനം ലഭിക്കുന്നവൻ അവൻ ബ്രഹ്മഭാവത്തിലേക്ക് എത്തുന്നു. അവൻ ബ്രഹ്മം തന്നെയായി ഭവിക്കുന്നു. അനാദിത്വാൽ നിർഗുണത്വാൽ പരമാത്മായമവ്യം ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലഭ്യതേ. അല്ലയോ അർജുന, ആദിയില്ലാത്തവനാകയാലും ഗുണരഹിതനാകയാലും നാശമില്ലാത്ത ഈ പരമാത്മാവ് ശരീരസ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്നും ചെയ്യുന്നില്ല, കർമ്മഫലത്തോട് ബന്ധിക്കപ്പെടുന്നില്ല. ആത്മാവ് അകർത്താവാകയാൽ കർമ്മഫലത്തോട് ബന്ധിക്കപ്പെടുന്നില്ല. അപ്പം നമ്മൾ ഏതൊക്കെ തരത്തിൽ ഈ ശരീരം കൊണ്ട് ജീവനെ വെച്ചുകൊണ്ട് എന്തൊക്കെ കർമ്മം ചെയ്താലും ഈ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ബന്ധനം ഉണ്ടാകുന്നത് ശരീരത്തിനാണ്. ജീവാത്മാവിനെ ഒരിക്കലും ബന്ധിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ വീണ്ടും വീണ്ടും ശരീരപ്രാപ്തിക്ക് കാരണമായി ഭവിക്കും ഏതൊക്കെ തരത്തിൽ നമ്മൾ ബന്ധനം ഉണ്ടാക്കിയത്. അതായത് ജീവനെ ബന്ധിച്ച് നിർത്തിയിരിക്കുക ശരീരത്തെ.
നമ്മുടെ ജന്മവാസനകളെ കൊണ്ട്, നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല വേണ്ടത്. ജീവനെ സ്വതന്ത്രമാക്കണം. അതാണ് ആത്മസംരക്ഷണം എന്ന് പറയുന്നത്. ആത്മാവിനെ ഉയർത്തിക്കൊണ്ട് വന്നാൽ പിന്നെ ആത്മഹിതമനുസരിച്ചുകൊണ്ട്, ആത്മജ്ഞാനം അനുസരിച്ചുകൊണ്ട് നമ്മൾ ശരീരത്തെ യൂട്ടിലൈസ് ചെയ്യുമ്പം ഒരിക്കലും ആ ശരീരം ആത്മാവുമായിട്ട് നിലനിൽക്കുന്നുണ്ട്, ആത്മചൈതന്യമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും കർമ്മബന്ധനത്തിൽപ്പെടുകയില്ല, താപത്രയങ്ങളിൽ പെടുകയില്ല. യുക്തരഹിതമായ ദുഃഖരഹിതമായ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് അനായാസന ജീവിതം നയിച്ച് ആ കർമ്മത്തിൽ ശുദ്ധി വരുത്തിക്കൊണ്ട് പവിത്രത നേടി ഈ ശരീരം ഉപേക്ഷിച്ചാൽ ഭഗവാനിലേക്ക് എത്തും. ആത്മാവ് ശുദ്ധമാണ്, പരമമായ ശുദ്ധമാണ്. ആ ശുദ്ധത ശരീരം കൊണ്ട് ആത്മാവിനെ നിലനിർത്തിയാൽ, അതായത് ഈശ്വര ഹിതമനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ആത്മാവ് പരമാത്മാവും ഒന്നാണെന്നുള്ള ബോധതലത്തിലേക്ക് അത് രണ്ടും സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനും ഈ ശരീരമാണ് മാധ്യമം എന്ന് മനസ്സിലാക്കണം. അപ്പൊ ശരീരത്തിനെ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്താൽ അത് തന്നെ അനുജന്മങ്ങൾക്ക് കാരണമായി ഭവിക്കും. യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോ ഫലിപ്യതേ സർവത്ര അവസ്ഥിതോ ദേഹേ തദാത്മാനോ ഫലിപ്യതേ. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആകാശം സൂക്ഷ്മഭാവം ഹേതുവായിക്കൊണ്ട് എപ്രകാരം മലിനമാക്കപ്പെടുന്നില്ലയോ അപ്രകാരം തന്നെ സകല ദേഹങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ആത്മാവ് ഒന്നിനാലും മലിനമാക്കപ്പെടുന്നില്ല. ശരീര സംബന്ധമായ ഗുണങ്ങളോ ദോഷങ്ങളോ ആത്മാവിനെ സ്പർശിക്കുന്നതുമല്ല. നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ സുഖദുഃഖങ്ങളോ ലാഭനഷ്ടങ്ങളോ അതിൻ്റെ വികാരവിചാരങ്ങളോ ഒന്നും ആത്മാവിനെ ബാധിക്കില്ല. ഇതൊക്കെ ശരീരം കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആകാശം സൂക്ഷ്മഭാവം കൈക്കൊണ്ട് എല്ലാ മാലിന്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ശരീരത്തിലെ ആത്മാവ് നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് ആകാശത്തിൻ്റെ നിലനിൽപ്പ്. ഏത് കാലത്തായാലും ആകാശത്തിന് യാതൊരു മാറ്റവും നമുക്ക് എന്തൊക്കെ അതിൽ കുത്തി നിറച്ചാലും, എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയാലും, എന്തൊക്കെ മാലിന്യങ്ങൾ അതിൽ കുത്തി നിറച്ചാലും ഒക്കെ ആകാശമായിട്ട് തന്നെ യാതൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാം. ഇതേപോലെ നമ്മൾ കാണിച്ചു കൂട്ടുന്ന കർമ്മങ്ങളോ അതിൻ്റെ സ്വഭാവമോ കർമ്മബന്ധനങ്ങളോ സുഖങ്ങളോ ദുഃഖങ്ങളോ ഇതൊന്നും വികാരവിചാരങ്ങളോ ഒന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. അത് ശുദ്ധമായിട്ട് തന്നെ നിൽക്കുന്നർത്ഥം. അതിന് നമ്മുടെ ഈ കാട്ടിക്കൂട്ടലിനൊക്കെ പ്രേരണയായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ലാതെ അത് നമ്മൾ ശരിക്കും നമ്മുടെ സ്വഭാവം കൊണ്ട് അതിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുക. ഈ ശരീരത്തിൽ അതിനെ സ്വതന്ത്രമാക്കാൻ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ സാധിക്കും. അതിനെ സ്വതന്ത്രമാക്കിയാലോ അത് നേരെ പരമാത്മാവിലേക്ക് ഐക്യം പ്രാപിക്കും എന്നർത്ഥം. യഥാ പ്രകാശയത്യ കൃഷ്ണം ലോകം ഇമം ബ്രവീം ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. അല്ലയോ അർജുന, യാതൊരു സൂര്യൻ ഈ ലോകത്തെ മുഴുവൻ ഏത് പ്രകാരം പ്രകാശിപ്പിക്കുന്നു അപ്രകാരം ക്ഷേത്രജ്ഞൻ ആത്മാവ് ഈ എല്ലാ ശരീരങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഈ ആത്മചൈതന്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ക്ഷേത്രജ്ഞരേവം മന്ദനം ജ്ഞാനദർശുഷ ഭൂത പ്രകൃതി മോക്ഷം ച ഏ വിധുര്യാന്തിതേ പരം. ഇപ്രകാരം ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ഭേദത്തെയും ഭൂതങ്ങൾക്കും ജീവരാശികൾക്ക് പ്രകൃതി സംബന്ധമായുള്ള മോക്ഷത്തെയും ജ്ഞാനമാകുന്ന കണ്ണുകൊണ്ട് ആരറിയുന്നുവോ അവൻ പരമപദം പ്രാപിക്കും. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും സംബന്ധിച്ച് ഈ വിചാരം ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിയുന്നതാണ്. അതായത് ആരാണോ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പറ്റിയുള്ള ഈ അറിവ് സമ്പാദിച്ചാൽ പിന്നെ ഒരു കാരണം കൊണ്ടും ഈ ശരീരത്തെ ബന്ധിച്ച് അത് വീണ്ടും ജനിക്കാനിടവരുന്ന കർമ്മങ്ങളിലേക്ക് പോകാതിരിക്കുന്ന അർത്ഥം. ഈ അറിവും വച്ചുകൊണ്ട് വേണം ശരീരത്തെ യൂട്ടിലൈസ് ചെയ്യാൻ. അത് വേണ്ട വിധത്തിൽ അതിലെ ആത്മചൈതന്യത്തെ സജീവമാക്കിക്കൊണ്ട് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഈശ്വരഹിതം ജ്ഞാനത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് പറഞ്ഞല്ലോ, ഞാനൊന്നും എൻ്റെ എന്നുള്ള ഭാവം, ആ ശത്രുത, അതാണ് ഏറ്റവും വലിയ ശത്രു. അത് വിട്ടിട്ട് നിസ്സംഗഭാവത്തിൽ ഈശ്വരാർപ്പണമായിട്ട് ഉള്ള ചിന്തയും വാക്കും കൊണ്ടുവരികയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം നേടാൻ ഉള്ള ഒരേ ഒരു ഉപാധി, ഒരേ ഒരു ഉപകരണമാണ് നമുക്ക് ഈ ശരീരം. അതുകൊണ്ട് ആ ശരീരത്തെ യഥാവിധി യൂട്ടിലൈസ് ചെയ്യണം എന്നാണ്. ഈ അറിവ് നേടിക്കൊണ്ട് ശരീരത്തെ ഉപയോഗിക്കണം. അതൊരിക്കലും ബന്ധനത്തിൽപ്പെടുത്തരുത്. അഥവാ ബന്ധനത്തിൽപ്പെടുത്താൽ ആ ബന്ധനങ്ങൾ തന്നെ കാരണമായിക്കൊണ്ട് വീണ്ടും ജനിക്കാനും മരിക്കാനും ഒക്കെ ഇടവരും. ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാനും നേടണമെങ്കിൽ ഈ ശരീരം ഉപയോഗിക്കാം. നേടാതിരിക്കാനും കാരണം ഈ ശരീരം തന്നെയാണെന്നർത്ഥം.
ഈ ക്ഷേത്രജ്ഞ സംയോഗത്താലാണ് നമ്മുടെ ശരീരമൊക്കെ നിലനിൽക്കുന്നത്. അത് വീണ്ടും വീണ്ടും ജനിക്കുന്നതും ഒക്കെ അപ്പോൾ ആ ബന്ധനത്തിൽ പെടുത്തിയിട്ടാണെന്നർത്ഥം. അതുകൊണ്ട് ഈ അറിവ് നേടിക്കൊണ്ട് ശരീരത്തിലൂടെ തന്നെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. മറ്റ് ബന്ധനങ്ങളിൽ പോയി പെടാതിരിക്കണം എന്നുകൂടി ശ്രദ്ധിക്കുക. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ക്ഷേത്രജ്ഞ വിഭാഗയോഗോ നാമ ത്രയോദശാധ്യായഃ.